ഹായ് ഹലോ Grihalakshmi വ്യൂവേഴ്സ്, നമ്മളെല്ലാവരോടും പറയും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ എന്ന്. എന്നാൽ അങ്ങനെ ഉയരങ്ങൾ കീഴടക്കിയ ഒരാളാണ് ഷീസ് അൺസ്റ്റോപ്പബിളിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീഷ രവീന്ദ്രൻ. എവറസ്റ്റ് കീഴടക്കിയിട്ടാണ് ഇതാ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. സോ യാത്രയൊക്കെ കഴിഞ്ഞു. ഹൗ ഡു യു ഫീൽ നൗ? Actually, I have come into that terms with the fact that I have climbed Everest. ഇതിന് മുമ്പ് because എനിക്ക് frostbite വന്നു and emotionally കുറച്ച് ടൈം എടുക്കുമായിരുന്നു because കുറച്ച് traumatizing ആയിരുന്നു emotionally. Being away from family, പിന്നെ അവിടെയുള്ള ഓരോ എക്സ്പീരിയൻസോ അതെല്ലാം ഡൈജസ്റ്റ് ആയി തിരിച്ച് വീട്ടിൽ വന്ന് ഒരു നോർമൽ സീലേക്ക് എത്തിയത് ഇപ്പോഴാണ് ഐ എം ഏബിൾ ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ടു ദാറ്റ് ഐ ഹാവ് ക്ലൈംബഡ് എവറസ്റ്റ്. ഓക്കെ, ആ ഒരു സത്യം എപ്പോഴാണ് റിയലൈസ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് അതിന്റെ മുകളിൽ കയറിയ ആ ഒരു മൊമെന്റ്? എനിവേസ് ഇമോഷണൽ ആയി എന്ന് പറഞ്ഞു, ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഞങ്ങൾക്ക് കയറിയ ദിവസം വെതർ റിപ്പോർട്ട് തെറ്റായിരുന്നു. സോ ദർ ഇസ് സംതിങ് കോൾഡ് ജെറ്റ് സ്ട്രീം വിൻഡ്സ്. സോ അതങ്ങനെ ക്യാപ്ചർ ആവില്ല. അതിന് യു ഹാവ് ടു ഐ തിങ്ക് ഡിഗിൻ ഒരു വേറൊരു റിപ്പോർട്ട് ഉണ്ട്, അപ്പൊ അത് എടുക്കണം. സോ ഞങ്ങൾ പോയ ദിവസം ആ വിൻഡിന്റെ ഡീറ്റെയിൽസ് ക്യാപ്ചർ ആയിരുന്നില്ല. സോ ആ വിൻഡിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ദർ ഇസ് സംതിങ് നോൺ ആസ് സ്നോ പാർട്ടിക്കിൾസ്, ലൈക്ക് സ്നോ വിൻഡ് എന്നും പറയും. സോ അതിൽ ഈ ചെറിയ ചെറിയ സ്നോ പാർട്ടിക്കിൾസ് കുറെ ഉണ്ടാവും, മണ്ണ് മാതിരി. സോ ആ വെതർ റിപ്പോർട്ട് കിട്ടാത്തത് കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വെതർ വാസ് ഐ തിങ്ക് അറ്റ് 60 km/h. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ബിക്കോസ് 7 o'clock ആണ് യൂഷ്വലി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. സോ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 2.5 hours വെയിറ്റ് ചെയ്തു. അന്ന് എൻ്റെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ലൈക്ക് ഹീസ് ആൻ IFMCG ഇൻസ്ട്രക്ടർ. അതൊരു എലീറ്റ് കോഴ്സാണ് മൗണ്ടനിയറിംഗ്. സോ ഹീ ടുക്ക് ദ കോൾ. ഹീ സെഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോവാം. സോ രാത്രി 9:30 ഞങ്ങൾ പുഷ് ചെയ്തു. അപ്പോഴും വിൻഡ് വാസ് അറ്റ് 60 something. അപ്പം എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പോണോന്ന്. സോ ഫുൾ ഡൗട്ടിലാണ് കയറിയത്. ആൻഡ് ആസ് വി വെന്റ് അപ്പ് വിൻഡ് വാസ് ഇൻക്രീസിങ്, കുറയണേ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഞാൻ പറഞ്ഞ മാതിരി ഡസ്റ്റ് സ്നോ പാർട്ടിക്കിൾസ് അതിങ്ങനെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുക. സോ ഇവിടെയൊക്കെ മുറിയായി, ഇവിടെ എല്ലാം സ്കിൻ ഫുൾ ഇതാവും, ബ്രൂയിസ്ഡ് ആവും. എന്നിട്ട് ഞങ്ങൾ മേലെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഈ ഓക്സിജൻ മാസ്കിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഈ മാസ്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ഗോഗിൾസ് ഷെയ്ഡ്സ് അത് ഫുൾ മൗണ്ടനിയറിംഗ് സ്കീ ഗോഗിൾസ് എന്ന് പറയും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഫുൾ ഫ്രോസൺ ആയി, ലൈക്ക് ഐസിൻ്റെ ഒരു ഷീറ്റായി. സോ ദെൻ യു കാൺ സീ എനിത്തിങ്. അപ്പോൾ അതെനിക്ക് ഊരേണ്ടി വന്നു, കാരണം ഒട്ടും വിസിബിലിറ്റി ഇല്ലായിരുന്നു. അത് ഊരിപ്പോൾ ഈ സ്നോ പാർട്ടിക്കിൾസ് കണ്ണിൽ അടിച്ചടിച്ച് ഈ കണ്ണ് ബ്ലൈൻഡായി, നോ വിസിബിലിറ്റി അറ്റ് ഓൾ. പിന്നെ ഇത് ഓൾമോസ്റ്റ്, കാരണം ഇതും കുറച്ച് യെല്ലോ ആവാൻ തുടങ്ങി, വിഷൻ മീൻസ് നമ്മൾ ബ്ലൈൻഡ് ആവാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേലെ കയറുമ്പോൾ ഐ എം സീയിങ് ഡെഡ് ബോഡീസ് ടു. മരിച്ച ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ബിക്കോസ് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുമ്പോൾ നല്ല ഫെറ്റാലിറ്റി റേറ്റ് ഉണ്ട്. സോ ഇവിടെ മരിച്ചവരൊക്കെ അങ്ങനെ എല്ലാം കൂടി. പിന്നെ ഭയങ്കര തണുപ്പായി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് വിൻഡ് ചിൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് കയറുമ്പോൾ വിൻഡ് ഇപ്പോൾ -20 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് എ ലോട്ട് ഇഫ് ദർ ഇസ് വിൻഡ്. അങ്ങനെ അപ്പോൾ ഭയങ്കര വിൻഡായിരുന്നു, ഭയങ്കരമായിട്ട് കൂടും. അതാണ് വിൻഡ് ചിൽ എന്ന് പറയുക. അത് ഭയങ്കര പാടാണ് വിൻഡ് ചിൽ ഹാൻഡിൽ ചെയ്യാൻ, എസ്പെഷ്യലി അറ്റ് ദാറ്റ് ഹൈറ്റ്. സോ അതുകൊണ്ട് ഭയങ്കര തണുപ്പ് കൂടി, ലിറ്ററലി ഷേക്കിംഗ് ആയിരുന്നു, ബോഡി ഫുൾ ഷേക്കാണ് അത്രയും. ആൻഡ് വിൻഡ് വാസ് ജസ്റ്റ് ഇൻക്രീസിങ്, സ്പീഡ് കുറയുന്നില്ല, കൂടുമായിരുന്നു വിൻഡിൻ്റെ. സോ സമ്മിറ്റിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് 70 something ആയി. സോ ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും വെയിറ്റ് കുറവായിരുന്നു ഒന്ന്, ലൈക്ക് ഐ വാസ് ഓൾമോസ്റ്റ് നിയർ 49-50 ആ ഒരു വെയിറ്റിലായിരുന്നു. സോ ആ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ആ ഒരു വിൻഡ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓക്സിജൻ സിലിണ്ടർ ഇട്ടിട്ടുള്ളത് കാരണം ഞാൻ പറന്നുപോയില്ല, അല്ലെങ്കിൽ ആൻഡ് സേഫ്റ്റി ഉണ്ട്, റോപ്പിനോട് അറ്റാച്ച് ആയിരുന്നു. സോ ഇതെല്ലാം കൊണ്ട് മൈൻഡ് ഭയങ്കര എന്താ പറയുക, 100 times ഞങ്ങൾ തിങ്ക് ചെയ്തു തിരിച്ചു പോകണോ വേണ്ടയോ. പിന്നെ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു, ഇൻഫേമസ് ഹിലാരി സ്റ്റെപ്പ്, ലൈക്ക് മോസ്റ്റ് ടെക്നിക്കൽ ആൻഡ് മോസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഓവർ ദെയർ. സോ ഹിലാരി സ്റ്റെപ്പ് എന്നൊരു 20 meter മുകളിലാണ് എവറസ്റ്റ് സമ്മിറ്റ്. സോ ഹിലാരി സ്റ്റെപ്പ് എത്തിയപ്പോൾ ഞാൻ ലിറ്ററലി ലാസ്റ്റ് പ്രേയേഴ്സ് പറയാൻ തുടങ്ങി. ബിക്കോസ് ഐ തോട്ട് ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ഫോർ ദ വേ. ബിക്കോസ് താഴെ വരികയാണെങ്കിലും വെദർ ഷുഡ് ബി ഫേവറബിൾ, അല്ലെങ്കിൽ ഭയങ്കര. അപ്പോൾ അതൊക്കെ കാരണം ഒരു സമ്മിറ്റ് മൂഡിലായിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി അബൌട്ട് ബീങ് എ ലൈഫ്. സോ പിന്നെ 10 meters, പിന്നെ കുറച്ചുകൂടി പോയപ്പോൾ 10 metersൻ്റെ അവിടെയായിരുന്നു സമ്മിറ്റ്. സോ എൻ്റെ അടുത്ത് എൻ്റെ ഷെയർപ്പ, അതായത് എൻ്റെ ഗൈഡ്, ഹി ആസ്ക്ഡ് മീ ഡു യു വാണ്ട് ടു ഗോ ഹെഡ്. പിന്നെ 10 meters അല്ലേ, സോ ഇറ്റ്സ് ജസ്റ്റ് 15 minutes ഓഫ് മൈ ലൈഫ് ഞാൻ വിചാരിച്ചു. സോ ആ 15 minutes കൂടിയും ടോർച്ചർ അനുഭവിക്കാൻ വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് വെന്റ് അഹെഡ്. 10 meters സമ്മിറ്റായി, ബട്ട് വി ക്യാൻ സ്റ്റേ ദെയർ കാരണം വെദർ വാസ് ഗെറ്റിംഗ് റിയലി ബാഡ്. സോ 5 minutes ദാറ്റ്സ് ഓൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് അപ്പോൾ ആ ഒരു കയറിയപ്പോൾ ഐ ജസ്റ്റ് വോണ്ട് ടു കം ബാക്ക് ആൻഡ് ബി എ ലൈഫ്. കാരണം വെൻ ഐ സീ ദീസ് ഡെഡ് ബോഡീസ്, അവരുടെ മരിക്കണം. കാരണം മരിച്ചു കഴിഞ്ഞാൽ ബോഡി താഴെ കൊണ്ടുവരില്ല, യു ആർ ജസ്റ്റ് ദെയർ. പക്ഷേ ഐ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു മൗണ്ടനിയർ ഓൾവേസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
നോ മൗണ്ടൻ ഇസ് വർത്ത് യുവർ ലൈഫ്. മൗണ്ടൻ അവിടെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ലൈഫ് അതിനേക്കാളും വലുതാണ്, ഈവൻ എവറസ്റ്റ്. സോ മരിക്കാൻ ഞാൻ ഒരിക്കലും റെഡി ആയിരുന്നില്ല. സോ ഐ ഹാവ് ടു കം ബാക്ക്. അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. സബ്മിറ്റ് മൂഡിലായിരുന്നില്ല. യെസ്, സബ്മിറ്റഡ്. അപ്പോഴും ഐ ജസ്റ്റ് വോണ്ട് ടു കം ബാക്ക് ബിക്കോസ് ലിറ്ററലി നിന്ന് ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ആ ഒരു സമയത്ത് ഒരു ഹാപ്പിനെസ്സും തോന്നിയില്ല. ഓൾ ഐ വാസ് തിങ്കിങ് ഇസ് നൗ വി ഹാവ് ടു കം ബാക്ക്. ഫോട്ടോ എടുത്തു, കാരണം ഫോട്ടോ എടുക്കണം. അത് ക്ലിയർ ഫോട്ടോ ആയിരിക്കണം. കാരണം നേപ്പാളിൽ നിന്ന് ഞങ്ങൾക്ക് ഇഫ് യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് സർട്ടിഫിക്കറ്റ്, സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു ഫോട്ടോ ഇസ് മാൻഡേറ്ററി, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് അതർവൈസ് ഐ വുഡ് ഹാവ് ജസ്റ്റ് ക്ലിക്ക് സം പിക്ചർ ആൻഡ് കെയിം ബാക്ക്. സോ അതിന് വേണ്ടി ഒരു പ്രോപ്പർ പിക്ചർ എൻ്റെ ഷെയർപഡ, എൻ്റെ പിന്നെ എവറസ്റ്റിൻ്റെ ആ സബ്മിറ്റ് അതിൻ്റെയൊക്കെ എടുത്തിട്ട് 5 minutes വി ജസ്റ്റ് കെയിം ബാക്ക്. ആൻഡ് അന്ന് ആരും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഈവൻ ഫോർ ഹെൽപ്പ് യൂഷ്വലി ഒരു എവറസ്റ്റ് കയറുമ്പോൾ യു സി ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ, ലൈക്ക് കുറേ ആൾക്കാർ ലൈനിൽ നിൽക്കുന്നത്. അന്ന് ദ മൗണ്ടൻ വാസ് ജസ്റ്റ് ഫോർ മീ. ഞങ്ങൾ കയറിയപ്പോൾ ഓൾമോസ്റ്റ് 30 climbers ഉണ്ടായിരുന്നു, ഐറിഷ് ക്ലൈംബേഴ്സ്, പോളിഷ് ക്ലൈംബേഴ്സ് ഒക്കെ. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. അപ്പൊ ഞാനും ഒരു പാകിസ്ഥാനി ക്ലൈംബർ, വാജിദുല്ല എന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാനി ക്ലൈംബറും പിന്നെ വേറൊരാളും. സോ ഹി ബിക്കേം മൈ ഫ്രണ്ട്. ഞങ്ങൾ കുറെ കോൺവെർസേഷൻ ഉണ്ടായി. സോ ഹി വാസ് സെയിങ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇസ് ഓൺ വാർ, പക്ഷെ നമ്മളിവിടെ വി ആർ ഫൈറ്റിംഗ് ടുഗദർ ടു ക്ലൈംബ്. സോ ഹി സബ്മിറ്റഡ്. പിന്നെ ഞാൻ അന്നത്തെ ദിവസം പിന്നെ വേറൊരാൾ, ലൈക്ക് ഇഫ് യു സീ ഡേറ്റാബേസ് ഓഫ് എവറസ്റ്റ് 3 പേര് കാണാം ഓൺ 20th May. സോ അതുകൊണ്ട് ഒരു ഐ നെവർ എൻജോയ്ഡ് ദാറ്റ് സബ്മിറ്റ്, ടു ബി ഓണസ്റ്റ്. വേറെ പീക്ക് കയറുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഈ എവറസ്റ്റിൽ ഉണ്ടായില്ല, ബിക്കോസ് ഇതിന്റെ ഒരു 10 ഇരട്ടിയായിരിക്കും ഫാമിലിന്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. പോയപ്പോ അവരെന്തായിരുന്നു പറഞ്ഞത്, ആൻഡ് വാട്ട് വാസ് ദെയർ റിയാക്ഷൻ? തിരിച്ചു വന്ന് ഞാൻ ജീവനോടെ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ വാട്ട് വാസ് ദെയർ റിയാക്ഷൻ? ഫുൾ ഡ്രാമയായിരുന്നു അന്നത്തെ ഒരു ദിവസം. ലൈക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് അമ്മയും ഹസ്ബൻഡും മോനൊക്കെ കരഞ്ഞു, ഞാനും കരഞ്ഞു. കാരണം ദോ ഐ എം ടെല്ലിങ് ദം ദാറ്റ് ഐ വിൽ ബി ബാക്ക് അലൈവ്, ബട്ട് ഒരു റിയാലിറ്റി ഒരുപാട് വർഷം കയറുന്നത് കാരണം ചില കാര്യങ്ങൾ ഇസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. സോ ആ ഒരു പേടി ഉണ്ടായിരുന്നു. സോ ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു, ഈവൻ ദോ എവറസ്റ്റിന് വേണ്ടി ഒരുപാട് വർഷമായിട്ട് ലൈക്ക് ഓൾമോസ്റ്റ് 15 years ഞാൻ മൗണ്ടനിയറിംഗ് ഫീൽഡിലുണ്ട്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് അത്രയും വലിയൊരു ഡ്രീം ആയത് കാരണം നമ്മൾ ഡേഞ്ചറിനെ മറന്ന് പ്രാക്ടിക്കൽ അല്ലാത്ത ഡിസിഷൻസ് എടുക്കും. അതായത് മുന്നോട്ട് പോകണം, എന്ത് വന്നാലും എനിക്ക് മരിക്കേണ്ടി വന്നാലും കയറും. അതൊക്കെ വളരെ റോങ് തോട്ട് പ്രോസസ്സാണ് ഇൻ മൗണ്ടനിയറിംഗ് ഫീൽഡ്. ബിക്കോസ് ഓൾവേസ് യു ഹാവ് ടു റിമെമ്പർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈവൻ ദോ എവറസ്റ്റ് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യമാണെങ്കിലും ഞാൻ തിരിച്ചു വരും. സോ ഞാൻ അതായിരുന്നു, ഐ വാസ് ജസ്റ്റ് പ്രേയിങ് ദാറ്റ് ഐ ഹാവ് ടു ബി റിയലി മൈൻഡ്ഫുൾ, തിരിച്ചു വരണം. എൻ്റെ വീട്ടുകാരടുത്ത് ഞാൻ പറയുകയാണെങ്കിലും അവർ നല്ല ടെൻഷനിലായിരുന്നു. പിന്നെ വൺ തിങ് ദാറ്റ് ഹസ് ചേഞ്ച്ഡ് ഇൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇസ് നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ സ്റ്റാർലിങ്കിൻ്റെയും മറ്റേ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആൻഡ് പിന്നെ വേറെ കുറേ നെറ്റ്വർക്ക് അവിടെ കിട്ടും, ലൈക്ക് ഇന്റർനെറ്റ് യു ഗെറ്റ് വൈഫൈ. സോ പണ്ട് അതുണ്ടായിരുന്നില്ല. സോ നൗ ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ നമ്മൾ അറ്റ്ലീസ്റ്റ് കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ഫാമിലി. എവറസ്റ്റ് ബേസ് ക്യാമ്പിലുള്ള ദിവസങ്ങളിൽ ലൈക്ക് വെൻ യു ഡോണ്ട് ഗോ അപ്പ് ഫോർ ട്രെയിനിങ്, വെൻ യു ആർ ദെയർ ദെൻ യു ക്യാൻ കോൺടാക്ട് ചെയ്യാം ഫാമിലിനെ. സോ അതൊരു ആശ്വാസമായിരുന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്. ബിക്കോസ് വേറെ ക്ലൈംസിലൊക്കെ ഞാൻ പോകുന്നതിൽ ഈ നെറ്റില്ല, ഇന്റർനെറ്റ് ഇല്ല. സോ 20 days ഒക്കെ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ആയിരിക്കും. പക്ഷേ ഇവിടെ ലേയിലായിരുന്നു എൻ്റെ മോസ്റ്റ് ഓഫ് ദ ക്ലൈം. അവിടെ സാറ്റലൈറ്റ് ഫോൺ അല്ല അവിടെ അല്ല, ബിക്കോസ് ഓഫ് ദി ബോർഡർ ആർമി ഇഷ്യൂ. അപ്പോൾ ഇവിടെ വി കുഡ് ഡു ദാറ്റ്. സോ എൻ്റെ ഫാമിലിക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വേ ദേ വർ ഫൈൻ. പക്ഷേ സമ്മിറ്റ് പുഷിൻ്റെ സമയത്ത് വാട്ട് ഹാപ്പൻഡ് വാസ് ഈ വെതർ ഇഷ്യൂ കാരണം ഞങ്ങൾക്കൊരു 3.5 hours സേഫ്റ്റി ലൈക്ക് അവിടെ ഇവിടേക്ക് ഇരുന്ന് വിൻഡ് പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. ലൈക്ക് ഒരു കല്ലിൻ്റെ അടുത്ത്, ഒരു വലിയ പാറയുടെ അടുത്ത്, അങ്ങനെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വിൻഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. സോ ഓൾമോസ്റ്റ് 3.5 hours 4 hours ഡിലേ ആയി എൻ്റെ സബ്മിറ്റ്. ഞാൻ സബ്മിറ്റ് ചെയ്തത് 10 AM. യൂഷ്വലി വിൻഡ് ഇല്ലെങ്കിൽ ഐ കുഡ് ഹാവ് സബ്മിറ്റഡ് ബൈ അറൌണ്ട് 6 or something. പക്ഷേ ഈ വെതർ കാരണം വി ഹാഡ് ടു വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. സോ ഇത് വാക്കി ടോക്കിയിൽ റേഡിയോ വെന്റ് ഔട്ട് ഓഫ് നെറ്റ്വർക്ക്. ലൈക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫ്രം ദ ബേസ് ക്യാമ്പ്. സോ ഞങ്ങൾ കോൺസ്റ്റന്റ് റേഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, വി ഹാവ് ടു ഗിവ് അപ്ഡേറ്റ്സ്. സോ ഇത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എൻ്റെ ഷെയർ പെയിനും കിട്ടുന്നില്ല. ആൻഡ് എവരി വൺ തോട്ട് ഐ എം ഡെഡ്. എല്ലാവരും വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. ലൈക്ക് എൻ്റെ മെൻറ്റർ ഉണ്ട് ഭരത് അമിനി. സോ ഹീസ് യൂഷ്വലി എ വെരി പോസിറ്റീവ്. ഈവൻ ഹീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സ്കെയർ, കാരണം കണക്ഷനേ ഇല്ല. ആൻഡ് ഈവൻ ആഫ്റ്റർ സമ്മിറ്റും ഇവരറിഞ്ഞില്ല. അപ്പോൾ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് വേറെ ആരും ഇല്ലല്ലോ, ബിക്കോസ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ മൗണ്ടനിൽ. സോ ദേ റിയലി തോട്ട് ദാറ്റ് സംതിങ് ഹാപ്പൻ ടു us. സോ വീട്ടിലെങ്ങനെ പറയണമെന്ന് അവർക്കറിയില്ല. ഞാൻ ലൈക്ക് എവിടെ പോയി കണ്ടുപിടിക്കും, വെതറിൽ പോയിട്ടുണ്ടാവും, ലൈക്ക് ഇവിടെ ഫോളൻ അങ്ങനെ എന്തെങ്കിലും. സോ എല്ലാവരും വിചാരിച്ചു ഞാൻ മരിച്ചു എന്ന്. പിന്നെ 12 മണി വരെ ഓൾമോസ്റ്റ് ഞാൻ മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പിന്നെ 12 മണിക്കാണ് ഞങ്ങൾക്ക് വാക്കി ടോക്കി കണക്ഷൻ കിട്ടിയത്. ദെൻ വി കോൾഡ് ആൻഡ് ഐ ടോൾഡ് ദം ഐ മേഡ് ഇറ്റ് ടു ദ സമ്മിറ്റ് അറ്റ് ദിസ് ടൈം. അതൊരു വാസ് ലൈക്ക് എവറിബഡി വാസ്
സന്തോഷം കൊണ്ട് സ്ക്രീമിങ് ആൻഡ് ഹാപ്പി. ആൻഡ് എന്നെ വാക്കി ടോക്കിയിൽ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. ലൈക്ക് ഐ സ്പോക്ക് ടു വീട്ടുകാരോട് സംസാരിച്ചു. അപ്പോൾ അവരും ലൈക്ക് ഒരു സിനിമയിൽ കാണുന്ന മാതിരിയായിരുന്നു. ബിക്കോസ് അതുവരെ മരിച്ചു എന്ന് വിചാരിച്ച ആൾ 12 മണിക്ക് വിളിച്ചിട്ട് സബ്മിറ്റ് ചെയ്തു, 10 മണിക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതെ. എല്ലാവരും കരച്ചിലും സന്തോഷം എനിക്കറിയില്ല. ഐ മീൻ ഐ വാസ് നോട്ട് ദെയർ ടു വിറ്റ്നസ്, ബട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ കുഡ് ഹിയർ. ഈവൻ താഴെയുള്ളവരും ബേസ് ക്യാമ്പിൽ ഇപ്പം നല്ല ഫ്രണ്ട്സ് ആയി എല്ലാവരായിട്ടും. അപ്പം ഞാൻ ക്യാമ്പ് 2 വന്നപ്പോൾ ലിറ്ററലി എന്നെ എടുത്ത് പൊക്കി കറക്കി സന്തോഷം കൊണ്ട്, കാരണം മരിച്ചു എന്ന് വിചാരിച്ച ഒരാൾ തിരിച്ചു വന്നപ്പോൾ ജസ്റ്റ് ലൈക്ക് എ മൂമെന്റ്, ഒരു കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ്. വി കുഡ് ഇമാജിൻ ദാറ്റ് എങ്ങനെ ഫാമിലിന്റെ ആണെങ്കിലും ആ ഒരു ഇമോഷൻ വി കുഡ് റിയലി കണക്ട്. സോ യാ, ഗ്രേറ്റ്, കൺഗ്രാറ്റ്സ്. ആൻഡ് ലൈക്ക് യു ഹാവ് ഡൺ, എന്താ പറയുക, നമ്മൾ ഒരുപാട് സ്ത്രീകൾക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ ആണ് ടു ഡു സംതിങ് ലൈക്ക് ദിസ്. അപ്പം യു ആർ എ ഡാൻസർ, CA ആണ്, എനിക്ക് തോന്നുന്നു അക്കൗണ്ടിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ബീങ് എ മോം, റെസ്പോൺസിബിലിറ്റി, ഇതിൽ നോക്കി അഡ്വെഞ്ചർ എന്നുള്ളൊരു ഇഷ്ടം ഇതിൻ്റെയൊക്കെ ഇടയിൽ എപ്പോഴാണ് വന്നു തുടങ്ങിയത്? എവിടെ നിന്നാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട്? ഐ തിങ്ക് ചെറുപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെ ഒരു മരം കയറി ടൈപ്പായിരുന്നു. ലൈക്ക് എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നു ലൈക്ക് ഐ വാസ് ലൈക്ക് എ ബ്ലാക്ക് ഷീപ്പ് ഇൻ മൈ ഫാമിലി. എൻ്റെ വീട്ടിൽ ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. സോ എൻ്റെ വീട്ടിലെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ അച്ചടക്കം ലൈക്ക് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ഇങ്ങനെ. അതെൻ്റെ അച്ഛൻ കാരണമാണ്. കാരണം എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ ഒരു ആൺകുട്ടിയുടെ മാതിരിയാണ് വളർത്തിയത്. അച്ഛൻ്റെ ആക്ടിവിറ്റീസും അങ്ങനെയായിരുന്നു. അപ്പം അച്ഛൻ എന്നെ പറ്റി ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഐ വാസ് എ വെരി ലേസി പേഴ്സൺ ചെറുതായിരുന്നപ്പോൾ. എന്നെ ഡാൻസിന് കൊണ്ടുപോയി വിട്ടു, ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറേ വർഷം. അപ്പോൾ അതിനെല്ലാം കൊണ്ടുവിട്ടാലും ഒക്കെ അച്ഛൻ്റെ ഒരു പുഷ് കാരണമായിരുന്നു. സോ ഈവൻ പുറത്ത് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ ഒരുപാട് ട്രാവൽ ചെയ്ത ഒരാളാണ്. ഹി വാസ് എൻ എവി ട്രാവലർ. അച്ഛൻ ഇങ്ങനെ ഹി വാസ് വെരി യങ് അറ്റ് ഹാർട്ട്. സോ അച്ഛനിങ്ങനെ ഒരു ദിവസം ഞങ്ങളെ ഇവിടെ ഫസ്റ്റ് കുളു മണാലി കൊണ്ടുപോയി. അത് വെറുതെ ഒരു ഫാമിലി ടൂർ, ലൈക്ക് സ്നോ ഒക്കെ എക്സ്പീരിയൻസ്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് സ്നോ തൊടുന്നതൊക്കെ. ഞാൻ 15 years ആയപ്പോൾ. അപ്പോൾ അത് പക്ഷേ അന്ന് അത് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ കരയാൻ തുടങ്ങി. ഐ ഡോണ്ട് നോ വാട്ട്, ലൈക്ക് സംതിങ് മേഡ് മീ ഫീൽ അറ്റാച്ച്ഡ് ടു, ലൈക്ക് എന്നെ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്ന മാതിരി. ഐ നോ യു ഫീൽ സം സോർട്ട് ഓഫ് അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഓൾ ദിസ്. അങ്ങനെ ഞങ്ങൾ കാശ്മീർ, ഗ്രേറ്റ് ലേക്സ് ആൻഡ് ഗോയച്ചല ആൻഡ് സിക്കിം അങ്ങനെ കുറേ സ്മോൾ ട്രെക്സ് ചെയ്തു. പക്ഷേ ഏതൊരു ഏജിലാണ് ഫസ്റ്റ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് ഗോയച്ചല എന്ന് പറഞ്ഞിട്ട് സിക്കിമിൽ. പിന്നെ കാശ്മീർ, ഏത് വയസ്സിലാണ് തുടങ്ങിയത്? 16 വയസ്സിൽ ആദ്യത്തെ ട്രക്കിംഗ് തുടങ്ങി. പിന്നെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്തു. പക്ഷെ അച്ഛൻ മൗണ്ടനിയറിംഗിൽ ഉണ്ടായിരുന്നില്ല. ട്രെക്കിംഗ് ആൻഡ് മൗണ്ടനിയറിംഗ് ഇസ് ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് ഗെയിംസ്. മൗണ്ടനിയറിംഗ് ഇസ് ഫുൾ ടെക്നിക്കൽ ആണ്. ലൈക്ക് ദർ ഇസ് ലോട്ട് ഓഫ് ടെക്നിക്കൽ തിങ്സ് യു ഹാവ് ടു ഡു. ക്ലൈംബിംഗ്, ജുമാർ എന്നൊക്കെ പറയും, ജുമാറിംഗ്, റാപ്പിളിംഗ്, പിന്നെ ഐസാക്സ് ഒക്കെ യൂസ് ചെയ്യുക. സോ അതിനോട് അച്ഛൻ വാസ് നോട്ട് ഇൻ ടു ദാറ്റ് ഫീൽഡ്. പക്ഷേ ട്രെക്കിംഗ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഭരത് അമ്പിനിനെ മീറ്റ് ചെയ്തു. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ്. അത് ഇന്ത്യയിലെ ലീഡിംഗ് ക്ലൈംബിംഗ് കമ്പനി. ഹീസ് ഫ്രം സൗത്ത്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണ്. ആൻഡ് ഹീസ് ഡൺ ഓൾമോസ്റ്റ് ഐ തിങ്ക് 8,000 meter peak. സോ 9 ഇന്ത്യൻസിന് 8,000 ചെയ്യാൻ പറ്റില്ല. അതിൽ ഹി ഹാസ് ഓൾമോസ്റ്റ് ഡൺ ഐ തിങ്ക് 7 ദിസ് ഇയർ ഹി ഈസ് ഗോയിങ് ടു ക്ലൈംബ് 1 more. സോ പുള്ളി എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. ഒരുപാട് വർഷമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. സോ ഫസ്റ്റ് വെൻ ഐ മെറ്റ് ഹിം ഹി ടോൾഡ് മീ ദാറ്റ് നിനക്കിത് ചെയ്യാൻ പറ്റും, നീ ക്ലൈംബ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു, കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു മൗണ്ടനിയറിങ്. ഇറ്റ്സ് നോട്ട് ഈസി ലൈക്ക് ട്രെക്കിംഗ്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ സ്റ്റോക്കാങ്ക്രി, പിന്നെ KY1, KY2, സോജോങ്, അങ്ങനെ കുറച്ച് പീക്സ് കയറി, വിച്ച് ഈസ് ലൈക്ക് സെമി ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് ഫീൽഡിലേക്ക് ഒരു എൻട്രി മാതിരി, ഫ്രണ്ട്ഷിപ്പ് പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്കിത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഡു ദിസ്. അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് ക്ലൈംബിങ്സ് ഒക്കെ ചെയ്തു, ലൈക്ക് നൂൺകുൺ ആൻഡ് സം ടെക്നിക്കൽ പീക്സ് ഒക്കെ ചെയ്തു. ആൻഡ് ദെൻ എവറസ്റ്റിലേക്ക് അങ്ങനെയാണ് വന്നത്. സോ ഒരു അഡ്വഞ്ചർ ഇത് ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. ഈവൻ എനിക്ക് ഭയങ്കര റാഫ്റ്റിംഗ്, ബഞ്ചി ജമ്പിങ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അങ്ങനെ റിവർ റാഫ്റ്റിങ്ങിനൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു. സോ ഐ എം ഓൾവേസ് ഇൻ ടു അഡ്വഞ്ചർ. ചെറുപ്പം മുതലേ ഉണ്ട് ഈ ഒരു അഡ്വഞ്ചർ സാധനങ്ങൾ. എത്ര നാളാണ് ഈ എവറസ്റ്റിലേക്കുള്ള ഒരു ട്രെയിനിങ്? എത്ര നാളത്തേതായിരുന്നു? സോ എവറസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് വാസ് ഇൻ 2022. സോ അന്ന് ഞാൻ ഐ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് 7,000 meter peaks. മൗണ്ടനിയറിംഗിൽ ഞങ്ങൾ പീക്സ് ഡിവൈഡ് ചെയ്യും, 6,000, 7,000, 8,000. സോ 6,000 ഇസ് ലൈക്ക് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ബിഗർ പീക്സ് അങ്ങനെ. സോ 7,000 ഞാൻ ചെയ്യാൻ തുടങ്ങിയത് 2022. അപ്പോൾ ഞാൻ നൂൺകുൺ, പിന്നെ അതുപോലെ കുറേ വിന്റർ ക്ലൈംസ് ചെയ്തു. സോ വിന്റർ ക്ലൈംസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് യൂട്ടിക്കാങ്ക്രി ആൻഡ് ഐ ഡിഡ് സ്പാങ്നാക്രി, മെൻടോക്ക്, അങ്ങനെ കുറച്ച് പീക്സിൽ ഞാൻ ചെയ്തു. അതെന്തിനാന്ന്
എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ വെതറിനോട് യൂസ്ഡ് ആവാൻ. ബിക്കോസ് എക്സ്ട്രീം വെതർ ആ സമയത്ത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൈറ്റ്. മെയിൻ തിങ് ഇസ് യു ഷുഡ് ഓൾസോ ഗെറ്റ് യൂസ് ടു ദ എക്സ്ട്രീം വെതർ കണ്ടീഷൻ, വിൻഡ്. സോ വിൻ്ററിൽ ദ ടെമ്പറേച്ചർ ക്യാൻ ഗോ ബിലോ -30, -35, -40 ഓൾസോ ഇറ്റ് ക്യാൻ ഗോ. സോ ആ ഒരു വെതറിനോട് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഐ ഡിഡ് ലോട്ട് ഓഫ് വിൻഡർ ക്ലൈംബ്സ്. ആൻഡ് പിന്നെ ഹൈറ്റിനോട് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഐ ഡിഡ് സം 7,000 meter peaks. സോ എവറസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടഡ് ഫ്രം ടെക്നിക്കലി ഐഡിയലി ഐ തിങ്ക് 2022 സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ആൻഡ് റിഗറസ് ട്രെയിനിങ് ആയിരുന്നു ഫ്രം ദെൻ. ലൈക്ക് എവറി ഡേ, എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ്. എന്തൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? അതായത് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് 10 to 12 kilometer ഓടും. പിന്നെ അത് മോർണിംഗ്, നൈറ്റ്, ഈവനിങ് ഞാൻ അഗെയിൻ ഐ ഗോ ടു ജിം. ഐ സ്പെൻഡ് 2.5 hours. അതെന്തിനാന്ന് വെച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ്, ലൈക്ക് വെയ്റ്റ്സ് ആൻഡ് ക്രോസ് ഫിറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. പിന്നെ ചില ദിവസം നൈറ്റ് ട്രെയിനിങ് ഉണ്ട്. അതായത് ഞങ്ങൾ മോസ്റ്റ്ലി ക്ലൈംബ് നൈറ്റിലാണ്. എല്ലാ ക്ലൈംബും നടക്കുന്നത് നൈറ്റിലാണ്. അതെന്തുകൊണ്ടാണ്? അത് സൺ വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ഐസ് വിൽ സ്റ്റാർട്ട് മെൽറ്റിംഗ്. അപ്പോൾ നമ്മുടെ ക്രാംപോൺസ് ഒക്കെ കുത്താൻ നമുക്കൊരു പ്രോപ്പർ ഗ്രിപ്പ് കിട്ടില്ല. ആൻഡ് സൺ ഇസ് വെരി ബ്രൂട്ടൽ. ഇവിടെയുള്ള വെയിൽ മാതിരിയല്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലിറ്ററലി പിയേഴ്സ് ഇൻ യുവർ സ്കിൻ. UV അൾട്രാ വയലറ്റ് ഇത് കൂടുതലാണ്. ആൻഡ് നമ്മൾ എത്ര ഹൈറ്റിൽ പോകുമ്പോഴും അവിടുത്തെ സൺ തണുപ്പുള്ള സ്ഥലമാണെങ്കിലും ആ സണ്ണിൻ്റെ ചൂട് നമ്മുടെ സ്കിൻ പിയേഴ്സ് ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരിക്കും. നമ്മളെ ഇങ്ങനെ ബോയിൽ ഇത് ഒരു ഗ്രില്ലിലിട്ട മാതിരി ഒരു ഫീലിംഗാണ്. സോ നമ്മൾ വിചാരിക്കും തണുപ്പാണെന്നല്ല, സൺ വന്നു കഴിഞ്ഞാൽ തീർന്നു. സോ ഈ 2 ഫാക്ടേഴ്സിനെ എസ്കേപ്പ് ചെയ്യാൻ നൈറ്റിൽ കയറും. നൈറ്റിൽ ഐസ് കുറച്ചുകൂടി സ്റ്റേബിളാണ്. സോ നമ്മൾ ക്രാംപോൺസ് കുത്തുമ്പോൾ ദർ ഇസ് സ്റ്റെബിലിറ്റി, സ്റ്റേബിളായി നിൽക്കും. ദാറ്റ് ഗ്രൗണ്ട് സ്റ്റേബിൾ, ഗ്രിപ്പ് കിട്ടും. സോ അതുകൊണ്ട് നൈറ്റ് ക്ലൈംബിങ്. സോ ആ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം വരും രാത്രി. സോ ഉച്ചയ്ക്ക് ഇറങ്ങിയാലും സം പീപ്പിൾ ഹാവ് ടു സ്ലീപ്പ് ഇൻ നൈറ്റ്. സോ അതിനോട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ഉള്ള ട്രെയിനിങ്, ലൈക്ക് നൈറ്റിൽ ഒരു 12 മണിക്ക് എണീച്ച് 1 മണി വരെ ഓടും രാത്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഹെവി ആയിട്ടുള്ള ബാഗ് എടുത്തിട്ട് ഒരു 2 മണിക്കൂർ നടക്കും. സോ ഒരു 12 മണി തൊട്ടിട്ട് ഒരു രാത്രി 2 മണി 3 മണി വരെ അങ്ങനെ ട്രെയിനിങ്. പിന്നെ വേറെ ഒന്നെന്താ വെച്ചാൽ നമുക്ക് പേഷ്യൻസ് വേണം. സോ ചില സമയത്ത് നമ്മൾ എൻ്റെ അടുത്ത് ഭരത് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം, രാത്രി വെറുതെ ഇരിക്കുക ഉറങ്ങാതെ, നോ മൊബൈൽ, നോ TV, നത്തിങ്, വെറുതെ ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ വാൾ ആൻഡ് സിറ്റ്. ഇതെന്താ വെച്ചാൽ പേഷ്യൻസ്. കാരണം നമുക്ക് അല്ലെങ്കിൽ വട്ടുപിടിക്കും അവിടെ ചെന്നാൽ. യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു ഓൾ ദീസ് തിങ്സ്. കാരണം ചില ദിവസം യു ഹാവ് ടു വെയിറ്റ് ചെയ്ത് വെതർ ക്ലിയർ ആവാൻ വേണ്ടി രാത്രിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട്. സോ പേഷ്യൻസ് ഉണ്ടാവും. മെൻ്റൽ എൻഡ്യൂറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണിത്. ചിലരുടെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് വട്ടാണോ എന്ന്. കാരണം രാത്രി ഇങ്ങനെ എണീച്ച് വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതെ ഫോൺ നോക്കിയിരിക്കുക. സോ അതൊക്കെ നമ്മളെ ഒരു മെൻ്റലി ടേക്സ് യു ടു ഒരു ഹയർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട്. പിന്നെ വേറൊന്നും എന്താ വെച്ചാൽ ഞാൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് മാസ്ക് ഉപയോഗിച്ചിട്ട്. സോ ഇറ്റ് റെസ്ട്രിക്ട്സ് ദി ഓക്സിജൻ ഇൻടേക്ക്. നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് 40% നമുക്ക് കിട്ടുള്ളൂ ആ മാസ്ക് ഇട്ട്. സോ ആ മാസ്ക് ഇട്ടിട്ട് ഓടും. സോ നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് മൗണ്ടനിയറിംഗിൽ. സോ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസ്ക് ഇട്ടിട്ട് ഓടും, വർക്കൗട്ട് ചെയ്യും. അതുപോലെ സ്വിമ്മിങ് കുറേ ചെയ്തായിരുന്നു. സ്വിമ്മിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വെള്ളത്തിൻ്റെ അടിയിലുള്ള ട്രെയിനിങ്, ലൈക്ക് യു നീഡ് ടു ഗോ ആൻഡ് സിറ്റ്. അതെന്താ വെച്ചാൽ നമ്മൾ എത്ര നേരം ഇരിക്കുന്നു അത്രയും നമ്മുടെ ലങ് എക്സ്പാൻഡ് ചെയ്യും. ഇതൊക്കെ ലങ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് സ്ട്രോങ്ങർ ലങ്സ് ഉണ്ടാവും. സോ വെള്ളത്തിൻ്റെ സോ ഐ തിങ്ക് ഐ വെന്റ് അപ്പ് ടു 3.5 minutes or something. വെള്ളത്തിൽ ശ്വാസം ജസ്റ്റ് സിറ്റ് അണ്ടർ വാട്ടർ. And it takes you into some deep meditation form also. പിന്നെ weighted vest ഇട്ടിട്ട്, അതായത് underwater meditation അല്ലേ ഉദ്ദേശിച്ചത്? something like that. Not exactly that, but you will go into that state. കാരണം നമ്മൾ ഇങ്ങനെ ബ്രീത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഒരു വാട്ടറിന്റെ പ്രഷർ എല്ലാം കൂടി ആയിട്ട് you go into something of that sort. പിന്നെ നമ്മൾ വെസ്റ്റ് ഇല്ല, അത് ഓൾമോസ്റ്റ് 10 kg വെയ്റ്റഡ് വെസ്റ്റ് ഇട്ടിട്ടുള്ള ക്രോസ് ഫിറ്റ് ആയിരുന്നു. സോ അത് നമ്മൾ വെയിറ്റ് എടുക്കാൻ നമ്മുടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ നല്ല ഹെവി ആയിരിക്കും. പിന്നെ വാട്ടർ ആൻഡ് അതർ തിങ്സ്. സോ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്റ്റഡ് വെസ്റ്റ് ഇട്ടിട്ട് ആയിരുന്നു എൻ്റെ ഫുൾ ട്രെയിനിങ്. ഇപ്പം നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഉറങ്ങി ഓക്കെ ഫൈൻ വി ആർ ഡൂയിങ് ദിസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേർണി തൊട്ട് എത്രയുണ്ട്? ലൈക്ക് April 7th I reached Nepal. ആൻഡ് അവിടെ ഒരു 5 days ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഷോപ്പിംഗ് ആൻഡ് കാരണം ഷോപ്പിംഗ് തീരില്ല എത്രയായാലും മൗണ്ടനറിങ്. സോ കുറേ ഷോപ്പിംഗ്, ദെൻ മീറ്റിംഗ് അപ്പ് സം ഷെയർപാസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദെൻ ഞങ്ങൾ ഇവിടെ ലുക്ലയിൽ പോയിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ജേർണി തുടങ്ങി. സോ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഐ തിങ്ക് ഇറ്റ് ടുക്ക് 10 days. സോ ദെൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി ഒരു 3 days റെസ്റ്റ് ചെയ്തു. ദെൻ ബേസ് ക്യാമ്പ് നമ്മൾ പിന്നെ തിരിച്ച് ഞങ്ങൾ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ മുമ്പ് ലോബുച്ചെ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. സോ തിരിച്ച് ഞങ്ങൾ പിന്നെ ലോബുച്ചയിലേക്ക് ഇറങ്ങിപ്പോയി. ബിക്കോസ് അവിടെ ലോബുച്ചെ എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ഉണ്ട്. ദാറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6100 or something. അതൊരു ട്രെയിനിങ് ക്ലൈംബ് ആയിട്ട്. സോ അത് കയറി
തിരിച്ച് വന്ന് ലോബുച്ചയിൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്ത് പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് നടക്കണം. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ അഗെയിൻ ഒരു 2-3 ഡേയ്സ് റെസ്റ്റ് ചെയ്യും. കാരണം ലോബുച്ച കയറാൻ ഒരു 3 ഡേയ്സ് എടുക്കും പോയിട്ടൊക്കെ വരാൻ. അപ്പോൾ ബോഡിക്ക് ഇത് വേണമല്ലോ റിക്കവറി. സോ പിന്നെ ഒരു 2-3 ഡേയ്സ് റെസ്റ്റ് ചെയ്യും. പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട്സ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അടുത്ത് കുംഭു ഗ്ലേഷ്യറിൻ്റെ അടുത്താണ് ഞങ്ങൾ ക്യാമ്പ് അടിച്ചിട്ടുള്ളത്. സോ കുംഭു ഗ്ലേഷ്യറിൽ ഒരു 3-4 ഡേയ്സ് ട്രെയിനിങ് ഉണ്ടാവും. ലാഡർ ട്രെയിനിങ്, ജുമാറിങ് ആൻഡ് ഓൾ ദീസ് ടെക്നിക്കൽ തിങ്സ്. അത് കഴിഞ്ഞിട്ട് റൊട്ടേഷൻ മീൻസ് ഈ ഹൈറ്റിനോട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് യു ഗോ ടു ഹയർ ക്യാമ്പ്സ് ആൻഡ് കം ബാക്ക്. യു ടച്ച് ദ ക്യാമ്പ് ആൻഡ് കം ബാക്ക്. സ്റ്റിൽ നോട്ട് ആൻ സമ്മിറ്റ് പുഷ്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ടിനോട്, ആ ടെറൈനോട് യൂസ്ഡ് ആവണം, പിന്നെ ആ വെതറിനോട് യൂസ്ഡ് ആവണം, ആ ഹൈറ്റിനോട് യൂസ്ഡ് ആവണം, ആൻഡ് മെൻ്റലി ഓൾസോ യു നോ വാട്ട് ടു എക്സ്പെക്ട്. പെട്ടെന്ന് പോകുമ്പോൾ ഇറ്റ് മൈറ്റ് ഗെറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു. സോ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ക്യാമ്പ് 1 പോയി. സോ യു ഹാവ് ടു ക്രോസ് ദ ഇൻഫേമസ് കുംഭു ഗ്ലേഷ്യർ. ഇറ്റ്സ് നോട്ട് സോ ഫേമസ് ബിക്കോസ് ഭയങ്കര ടെക്നിക്കലാണ്. ഇറ്റ്സ് ലിറ്ററലി വാക്കിംഗ് ഇൻസൈഡ് എ ഫ്രീസർ. ഒരു ഫ്രീസറിൻ്റെ അകത്ത് നടക്കുന്ന മാതിരിയാണ്. സോ അത് ആൻഡ് വെരി അൺസ്റ്റേബിൾ ടെറൈൻ. ഗ്ലേഷ്യർ അല്ലേ, സോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഇന്ന് കണ്ടതായിരിക്കില്ല നാളെ കാണുന്നത്. ഇന്ന് കണ്ട ക്രെവസ് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. മേ ബി യു ആർ വാക്കിംഗ് ത്രൂ എ വെരി സേഫ് പ്ലേസ് ദാറ്റ് ക്യാൻ ബിക്കം വെരി അൺസേഫ് ദ നെക്സ്റ്റ് ഡേ. അങ്ങനത്തെയാണ്. സോ അവിടെ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നടന്ന് യു ഡോണ്ട് നോ ഹൗ ഡീപ്പ് ഇറ്റ് ഇസ് ഗോയിങ്. ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഷെയർപാസ് വെൻ ദേ ഗോ ടു ഫിക്സ് റോപ്പ് ആൻഡ് ഓൾ ദാറ്റ്. കാരണം അവരല്ലേ ആദ്യം പോയി ഫിക്സ് ചെയ്യുക. സോ ഒരുപാട് പേര് മരിച്ച അതിൻ്റെ അകത്തൊക്കെ എത്ര ഡെഡ് ബോഡീസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ ആ ഇൻഫേമസ് കുംഭു ഗ്ലേഷ്യർ ക്രോസ് ചെയ്യാൻ ഓൾമോസ്റ്റ് 10 to 12 hours എടുക്കും. ആൻഡ് സോ അത് ഞങ്ങൾ ക്യാമ്പ് 1 ഐ തിങ്ക് ഐ ടുക്ക് അറൗണ്ട് 8 hours. രാത്രി, ഇതൊക്കെ രാത്രിയാണ്. പറയുന്ന എല്ലാ രാത്രി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പകല് റെസ്റ്റ്, ക്യാമ്പില് റെസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് എ ടെക്നിക്കൽ ടെറൈൻ പകല് റെസ്റ്റ്. പിന്നെ ക്യാമ്പ് 1 അന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ക്യാമ്പ് 2 പോകണം. പക്ഷെ അത് രാവിലെ ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഈവൻ വേഴ്സ് ബിക്കോസ് വെയിൽ. കാരണം ക്യാമ്പ് 1 ക്യാമ്പ് 2 ഒന്നും ടെക്നിക്കലില്ല, പ്ലെയിൻ വാക്കാ. പക്ഷെ വെയിൽ കാരണം ഞങ്ങളെല്ലാവരും മടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ കരച്ചിൽ വന്നു ഇൻ ദ എൻഡ് ബിക്കോസ് ഓഫ് ദ സൺ. ഒന്നും ടെക്നിക്കലി ഇല്ല, ക്ലൈംബിംഗ് ഇല്ല, യു ആർ ജസ്റ്റ് വാക്കിംഗ്. പക്ഷേ ഈ ഡെസേർട്ടിലൊക്കെ നടക്കുന്ന ഒരു ഫീലാണ്. വെയിൽ അത്ര വെയിൽ. ആൻഡ് യു ആർ വെയറിങ് ഹെവി ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് കാലൊക്കെ ഭയങ്കര ഹെവി ആയി തോന്നും. God, I think camp 1 to camp 2, people say there is nothing technical. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. I am okay with climbing. Technical things ഒക്കെ എനിക്ക് ഓക്കെ, രാത്രിയും എനിക്ക് ഓക്കെ. ബട്ട് ആ വെയിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ആൻഡ് ദെൻ ക്യാമ്പ് 2 ഞങ്ങൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ക്യാമ്പ് 3 ടച്ച് ചെയ്തു. ആൻഡ് ദെൻ വി കെയിം ബാക്ക്. പിന്നെ ക്യാമ്പ് 2 അഗെയിൻ 1 day റെസ്റ്റ്. ദെൻ നെക്സ്റ്റ് ഡേ കുംഭു ക്രോസ് ചെയ്ത് അഗെയിൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വന്നു. പിന്നെ 5 days മാൻഡേറ്ററി റെസ്റ്റാണ്. കാരണം ദിസ് ക്ലൈംബ് ഇസ് വെരി ഹാർഡ് ടു ക്യാമ്പ് 3. സോ തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബേസ് ക്യാമ്പിൽ റെസ്റ്റ് ചെയ്തു. സോ ദെൻ ഞാൻ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു പോയി. കാരണം കുംഭു കഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലേഷ്യറിൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ വിൻഡും എല്ലാം കൊണ്ട് നമ്മുടെ ഇൻഫെക്ഷൻ ആവും നമ്മുടെ ലങ്സിന്. സോ എനിക്ക് ചെറുതായിട്ട് ബവലിന് പ്രശ്നം ഉണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാഡ് സം സ്റ്റൊമക് പ്രോബ്ലം. അപ്പോൾ എൻ്റെ അടുത്ത് ഭരത് പറഞ്ഞു, ഇറ്റ്സ് ബെറ്റർ യു ഗോ ടു കാഠ്മണ്ഡു റിക്കവറിക്കായിട്ട്. അവിടെ പോയി ഒരു 5 ദിവസം നല്ല ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലൊക്കെ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു പോവാ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ് ടു സ്റ്റേ ഹിയർ. സോ ഐ ടുക്ക് ദാറ്റ് കോൾ. ചിലവർ അവിടെ സ്റ്റേ ചെയ്തു, ദേ വർ ഓക്കെ. ഐ വെന്റ് ടു കാഠ്മണ്ഡു ബിക്കോസ് ഐ ഓൾസോ എൻ്റെ ഫാമിലി വരാമെന്ന് പറഞ്ഞു കാഠ്മണ്ഡുവിലേക്ക് എന്നെ കാണാൻ. മോനും ഭർത്താവൊക്കെ വന്നു ഒരാഴ്ചത്തേക്ക്. സോ ഞങ്ങൾ കാഠ്മണ്ഡുവിൽ പോയി അവിടെ നിന്നു. ഒരു ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു യു ആർ ഫൈൻ, യു ക്യാൻ ഗോ. പിന്നെ എൻ്റെ ഫാമിലി വന്നു, അവരുണ്ടായിരുന്നു ഒരു 4 ദിവസം. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ബ്രേക്ക് ആയിരുന്നു എനിക്ക് മെൻ്റലി. ആൻഡ് അപ്പോൾ എനിക്ക് ഇറ്റ്സ് ലൈക്ക് ദെൻ അവർ വന്നപ്പോൾ ഒരു വീട്ടിലുള്ള ഒരു ഹോം ഫീലിംഗ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഐ എം സ്റ്റാർട്ടിങ് എ ന്യൂ എക്സ്പെഡിഷൻ. സോ ആ ഒരു കണ്ടിന്യൂറ്റി ഗോട്ട് അവിടെ ബ്രേക്കായി. ദാറ്റ്സ് ഗുഡ്. ഇമോഷണലി ദാറ്റ് ഇസ് വെരി ഗുഡ്. പിന്നെ തിരിച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഹെലിയിലാട്ടോ, ഇതൊന്നും നടന്നിട്ടല്ല. ഈ വെന്റ് ഇൻ ഹെപ്റ്റർ. ഹെപ്റ്ററിലാണ് പോയതും വന്നതൊക്കെ. സോ ഹെപ്റ്ററിൽ വന്നിട്ട് അഗെയിൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വന്നു. ഒരു 1-2 days റെസ്റ്റ് എടുത്തു. കാരണം ഹൈറ്റിനോട് അഗെയിൻ യു ഹാവ് ടു ഗെറ്റ് യൂസ്ഡ്. പിന്നെ സമ്മിറ്റ് പുഷ് സ്റ്റാർട്ടഡ്. അത് ഇത്രയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സമ്മിറ്റ് പുഷിലേക്ക് പോയത്. ഇറ്റ് ടേക്സ് ടൈം. അത് എവറസ്റ്റ് ആയതുകൊണ്ട്. യൂഷ്വലി അതർ പീക്സ് ഡോണ്ട് ടേക്ക് ദിസ് മച്ച്. ബട്ട് എവറസ്റ്റിൽ എന്താ വെച്ചാൽ ഇറ്റ്സ് ലിറ്ററലി ടച്ചിങ് 9,000. റൈറ്റ്? ഇറ്റ്സ് നോട്ട് ഈവൻ 8,000. ഐഡിയലി ഒരു 8,000 എന്ന് പറയുമ്പോൾ 8,100, 200. ബട്ട് ഇത് 8,840 ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഓൾമോസ്റ്റ് നിയർ 9,000 മീറ്റർ. സോ പെട്ടെന്ന് ഓടി കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുക്കണം. ഓക്കെ. ഈ ഫ്രം ദെയർ ഇത് തിരിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ വൺ തിങ് വാസ്, ഞാൻ കയറുമ്പോൾ ക്യാമ്പ്, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ക്യാമ്പ് ഒരു 8,000 മീറ്ററിൻ്റെ ഡെഡ് സോൺ ആണ്. ലൈക്ക് ഫ്രം 8,000 ഇറ്റ്സ് എ ഡെഡ് സോൺ. ഡെഡ് സോൺ മീൻസ് യുവർ ബോഡി, നമ്മുടെ ബോഡി മരിച്ചുകൊണ്ടിരിക്കുക, ഓരോ മിനിറ്റും മരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഡെഡ് സോണിൽ പോയാൽ.
സോ ഞാൻ മുകളിലെത്തിയപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ബവൽ മൂവ്മെൻറ്റ് സ്റ്റോപ്ഡ്. ആൻഡ് ക്യാമ്പ് 3 തൊട്ട് ഫുഡില്ല. ഓൾമോസ്റ്റ് 4 days ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 4 days ഒരു ചോറ് കൂടി കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം ഫ്രം നോബഡി ടെൽസ് യു ദിസ്, ക്യാമ്പ് 2 തൊട്ട് ഫുഡില്ല, നമ്മൾ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഷെയർപ്പേടിയിൽ ഈ വൈ അങ്ങനത്തെ ചെറിയ നൂഡിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, ഡ്രൈ നൂഡിൽ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. സോ നമ്മൾ ഈ ഓക്സിജൻ മാസ്ക് ഇടുമ്പോഴും പിന്നെ ഹൈറ്റ് ഗെയിൻ ചെയ്യുമ്പോഴും ഒന്നും കഴിക്കാനും തോന്നില്ല. സോ 4 days ക്യാമ്പ് 3 ഞാനൊരു ജെല്ല് കഴിച്ചതല്ലാതെ ഐ ഹാഡ് നത്തിങ് ഫോർ ഓൾമോസ്റ്റ് 4 days. ക്യാമ്പ് 2 അതാണ് നമ്മുടെ ബോഡി വിൽ നോ, ലൈക്ക് എന്താ പറയുക, നമ്മൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന അത്രയല്ല, അതിനേക്കാളും നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ അതാണ് മനസ്സിലാക്കിയത്. കാരണം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ ഭക്ഷണം കഴിക്കണം, എനിക്ക് കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരുന്നത്. ഐ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ഫുഡ്. സോ ആ ഒരു ഒറ്റ എനർജി ജെല്ലിൻ്റെ ബേസിസിലാണ് ഐ സ്റ്റാർട്ടഡ്. സോ ഈ ഡൈജഷൻ സ്റ്റോപ്പ് ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ട്രൈ ടു ഗോ ടു ടോയ്ലറ്റ് പോകാൻ നോക്കുക, ലൈക്ക് അറ്റ്ലീസ്റ്റ് ട്രൈ ടു പാസ് യൂറിൻ. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇറ്റ്സ് ലൈക്ക് സംതിങ് ഹസ് സ്റ്റോപ്ഡ് ഇൻ മൈ ബോഡി. ആ ഒരു സെൻസേഷനില്ല. ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ഫൈൻ, ഐ വിൽ ഗോ ഹെഡ്. അങ്ങനെ മേലെ പോയിട്ട് സമ്മിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ പീരിയഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഐ വാസ് ഓൺ മൈ 2nd day ഓഫ് മൈ പീരിയഡ്. സോ അതിൻ്റെ ഒന്നും ബോഡി ഒന്നും അറിയുന്നില്ല. യൂഷ്വലി ഐ ഹാവ് സ്റ്റൊമക് പെയിൻ, അതൊന്നും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഐ എം നോട്ട് ഫീലിംഗ് എനിത്തിങ്, ഐ ജസ്റ്റ് ക്ലൈംഡ്. എന്നിട്ട് തിരിച്ചു വന്ന് ക്യാമ്പ് 2 സോ ക്യാമ്പ് 2 എന്ന് പറഞ്ഞാൽ 6,300 സംതിങ് 400 സംതിങ്. സോ ആ ഒരു ഹൈറ്റിലെത്തിയപ്പോൾ ഞാൻ ക്യാമ്പ് 2 ഓൾമോസ്റ്റ് 50 meter താഴെത്തിയപ്പോൾ സഡൻലി എന്തോ ബോഡിക്ക് നടന്നു, ലൈക്ക് സംതിങ് ഹാപ്പൻഡ് ആൻഡ് സംതിങ്. ആൻഡ് ദെൻ ഐ വാണ്ടഡ് ടു, ഒരു ഇമ്മീഡിയറ്റ് ഏർജ് ആയിരുന്നു ബാത്റൂം പോകാൻ. പക്ഷെ ഇരിക്കാൻ ഒരു ടോയ്ലറ്റിൽ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ അതിനുള്ള എനർജിയും കൂടി എനിക്കില്ല. ലൈക്ക് ഐ ജസ്റ്റ് സ്റ്റുഡ് ദെയർ. എന്നിട്ട് അങ്ങനെ തന്നെ ഐ വാസ് ലൈക്ക് ഐ പാസ്ഡ് യൂറിൻ എൻ്റെ ഡൗൺ സൂട്ടിലേക്ക്. ആൻഡ് ദെൻ പീരിയഡ്സ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ. സോ ആൻഡ് ദെൻ അത് കഴിഞ്ഞപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ദ ടയർഡ്നെസ് ഓഫ് ബോഡി. പിന്നെ എൻ്റെ ഈ കണ്ണിൻ്റെ വിഷൻ കുറച്ച് തിരിച്ചു വരികയാണെങ്കിലും ഈ കണ്ണ് പിന്നെയും കുറച്ച് ബ്ലൈൻഡ് ആയിരുന്നു. ലൈക്ക് എനിക്കിങ്ങനെ ബ്ലേർഡ് ആയിട്ടുള്ള വിഷൻ ആയിരുന്നു. സോ എൻ്റെ ഷെയർപ്പേൻ്റ് ആയിരുന്നു. സോ ഞാൻ എവറസ്റ്റിന് ഒറ്റയ്ക്കാണ് ഇറങ്ങി വന്നത്. പിന്നെ ഈ കൈയില്ല, അപ്പോൾ ഒരു കൈ പിടിച്ചിട്ടാണ്, ഒറ്റ കൈ വെച്ചിട്ടാണ്. കാരണം ഡിസെൻഡിങ് ഭയങ്കര ടഫാണ്. സോ താഴെ ഇറങ്ങുന്നത് എല്ലാവരും വിചാരിക്കും കയറുന്ന പാടുന്നു, പക്ഷെ താഴെ ഇറങ്ങുന്നതാണ് 10 times tougher than climbing. അപ്പോൾ ഇത് വാട്ട് ഹാപ്പൻഡ് വാസ്, എൻ്റെ ബവൽ മൂവ്മെൻറ്റ് വാസ് ലൈക്ക് ചില സമയത്ത് ഇറ്റ് വാസ് നോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ലായിരുന്നു എൻ്റെ ബവൽ മൂവ്മെൻറ്റ്. സോ അത് കാരണം എനിക്ക് എന്താ പറയുക, ക്യാമ്പ് 2 ഞാൻ കൊളാപ്സ് ആയി. ലൈക്ക് കൊളാപ്സ് ഇൻ ദ സെൻസ് ഞാൻ കുറച്ച് ടയർഡായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ ടു വാക്ക്. കാരണം ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ബോഡി. അതുവരെ ഉണ്ടായിരുന്ന സെൻസേഷനൊക്കെ ഇല്ലാതിരുന്ന സെൻസേഷനൊക്കെ പെട്ടെന്ന് തിരിച്ചു വന്ന മാതിരി. ആൻഡ് അപ്പോഴാണ് ഇമോഷൻസും വരുന്നത്. സോ എൻ്റെ പിന്നാലെ ഒരു ആളുണ്ടായിരുന്നു, സോ ഷെർപ്പ. സോ ഹി ഇമീഡിയറ്റ്ലി ടുക്ക് മീ. എന്നിട്ട് എൻ്റെ ടെൻറ്റിലേക്ക് എന്നെ എടുത്ത് കൊണ്ടുപോയി ആൻഡ് എന്നെ ഫുൾ ഓക്സിജനിലിട്ടു. സോ അത് ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തത് വെച്ചാൽ ഞാൻ ക്യാമ്പ് 4 കുറച്ചായപ്പോൾ ഞാൻ ക്യാമ്പ് 3 ഞാൻ എൻ്റെ ഓക്സിജൻ സിലിണ്ടർ മാറ്റി. ഐ വാസ് ലൈക്ക് ഐ വാസ് ഫൈൻ ആൻഡ് അത് വേണ്ട. അപ്പോൾ അത് പറഞ്ഞു യു ഷുഡ് ഹാവ് നോട്ട് ഡൺ ദാറ്റ്. സോ പിന്നെ എന്നെ ഫുൾ 2.5 പ്രഷറിൽ, അതാണ് ഏറ്റവും ഹയസ്റ്റ്, വൺ ഓഫ് ദി ഹയസ്റ്റ്. ആ പ്രഷറിൽ എൻ്റെ ഓക്സിജൻ ഇട്ടിട്ട് എന്നെ ആ രാത്രി കടത്തി. പിന്നെ അതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. സോ എനിക്ക് കഫ് നല്ല ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ കുറച്ച് ബ്ലഡ് സ്പിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ആ സമയപ്പോഴേക്കും. അപ്പോൾ അവർ കോക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് ചൂടാക്കി അത് കുടിക്കാൻ തന്നു. സോ അങ്ങനെ എന്താ പറയുക, പക്ഷേ എൻ്റെ ബോഡി ഒട്ടും റിക്കവർ ആയില്ല. സോ ഇമീഡിയറ്റ്ലി ഈ ഫ്രോസ്റ്റ് ബൈറ്റ് കാരണം കാഠ്മണ്ഡുവിൽ പോയി. അപ്പോൾ അവരെന്നെ ഫോഴ്സ് ഫീഡിങ് ചെയ്തു, കാരണം നിറയെ വെയിറ്റ് പോയായിരുന്നു. സോ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫോഴ്സ്ഫുള്ളി എന്നെ ഭക്ഷണം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക്. അതുപോലെ ഈ ഫ്രോസ്റ്റ് ബൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സോ കായ് ചൂടുവെള്ളത്തിലിടുക അങ്ങനെ. ആൻഡ് ഇപ്പോഴും അതെ, എനിക്ക് ഫുഡ് ഇങ്ങനെ അധികം എന്താ പറയുക, ഒരു അവേർഷനാണ് ഫുഡിനോട്. അപ്പോൾ എൻ്റെ അടുത്ത് ഫാമിലി ഇങ്ങനെ അത് കഴിക്കും ഇത് കഴിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ സംവാട്ട് എന്താ അറിയില്ല, മേ ബി അവിടുത്തെ ഒരു 2 months ആ ഉള്ളതിലായിരിക്കാം എനിക്കങ്ങനെ. ഇപ്പം ഇന്ന് രാവിലെയും കൂടി ലൈക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബോയിൽഡ് ഒക്കെ കൊണ്ടുവന്നാലും ആ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ നീഡ് ടു വർക്ക് ഓൺ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് അബൌട്ട് ഈറ്റിംഗ്. സോ ഫുഡിനോടൊരു അവേർഷൻ എന്തോ വന്നു. അപ്പോൾ അത് തിരിച്ചു വരണം, കാരണം റീഗെയിൻ ചെയ്യണം ഇനി ഹെൽത്ത്. പിന്നെ അനദർ തിങ് ഇസ് ബോഡി നല്ല മസിൽ മാസ് നല്ലോണം ലൂസ് ആവും. കാരണം ഇവിടെ നമ്മൾ വെയിറ്റ്സ് ഒക്കെ എടുത്തതാവല്ലേ. പക്ഷെ വെൻ ഐ കെയിം ബാക്ക് ഐ അണ്ടർസ്റ്റുഡ് എൻ്റെ ഫുൾ മസിൽ മാസ് പോയിരിക്കുക ബോഡിയുടെ. സോ ഇനി വെയിറ്റ്സ് ഒക്കെ എടുത്ത് സ്ട്രെങ്തനിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിക്കോസ് എവറസ്റ്റിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരുപാട് മസിൽ പോവും, ഒരുപാട് വെയിറ്റ് പോവും, ബോഡി ഫാറ്റ് കുറേ കുറയും. ലിറ്ററലി യു ബിക്കം വെരി വീക്ക്.
25% ഓഫ് ബോഡി വെയിറ്റ് പോകും എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് റീഗെയിൻ ചെയ്യാൻ. ഞാൻ ഈ മൗണ്ടനറിംഗിൽ നമ്മുടെ പ്രത്യേകിച്ച് എവറസ്റ്റ് പോലത്തെ സ്ഥലങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്, റൂംസ് ഒക്കെ ചിലപ്പോൾ ഒരു 500 ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ വെള്ളത്തിനൊരു 250 അല്ലെങ്കിൽ ഫുഡിന് 600, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ഈ ഒരു സ്പേസ് ഒക്കെ കൊമേഴ്ഷ്യലൈസ്ഡ് വളരെയധികം, അവരുടെ ഒരു ബിസിനസ് ആണല്ലോ ഇത്. അപ്പം എങ്ങനെ തോന്നുന്നു, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ? ആക്ച്വലി ഈ പറഞ്ഞ കാര്യം ഇറ്റ്സ് ഓൺലി ടുവേർഡ്സ് എവറസ്റ്റ് ഓർ ലോട്ട്സെ. പിന്നെ അവിടെ പൊമോരി എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ഉണ്ട് അതിൻ്റെ അടുത്ത്, ഓർ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ബിക്കോസ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഇസ് വെരി ഫേമസ് അല്ലേ. എവറസ്റ്റ് ഇസ് എ വെരി ഫേമസ് ക്ലൈംബ് ആൻഡ് പമോരി ഇസ് അനദർ ടെക്നിക്കൽ പീക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ തൊട്ടപ്പുറത്ത്, അല്ലെങ്കിൽ ലോട്ട്സെ. സോ ഇതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് എവറസ്റ്റും എവറസ്റ്റ് ബേസ് ക്യാമ്പ്. സോ എവറിബഡി കംസ് അല്ലേ. സോ അതുകൊണ്ട് ഇപ്പോൾ എവറസ്റ്റിന്റെ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 5 times ഹയർ ദാൻ പെർമിറ്റ് ഓഫ് അതർ പീക്സ്. സോ ഈ പറയുന്ന ഈ എക്സ്പെൻസ് ഇസ് നോട്ട് ഓൺ അതർ മൗണ്ടൻസ്, ഇറ്റ്സ് ഓൺലി ഫോർ എവറസ്റ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക്. ബിക്കോസ് ലോക്കലൈറ്റ്സ് അതിനെ നല്ലോണം അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. അവർ വെള്ളത്തിന് ചാർജ് ചെയ്യുന്നതിന്, ഫോൺ ചാർജ് ചെയ്യുന്നതിന് കാശെടുക്കും. അതുപോലെ വെള്ളത്തിന് പറയുന്ന മാതിരി റൂമിന് ഒക്കെ നല്ല വൈഫൈന് ചാർജ് എടുക്കും, ഒക്കെ ഉണ്ട്. സോ ഇത് എല്ലായിടത്തും ഇല്ല. ഇപ്പം ഞാൻ വേറെ പീക്ക് ക്ലൈംബ് ചെയ്തപ്പോൾ ഞാനിപ്പോൾ ലേയിലും ഹിമാചലിലും ഉത്തരാഖണ്ഡിലൊക്കെ കയറിയതിൽ ഇറ്റ്സ് നോട്ട് ദ, എല്ലായിടത്തും ഇങ്ങനെയല്ല. ഇറ്റ്സ് ഓൺലി അവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല, എല്ലാം കിട്ടും. ആൻഡ് അവിടെയൊക്കെ ഇവിടെ എന്താ വെച്ചെന്ന് ലൈക്ക് ഇപ്പം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഞാനിപ്പോൾ ഒരു അന്നപൂർണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പീക്ക് കയറാൻ പോവുകയാണെങ്കിൽ അവിടെ ഇത്രയും വില്ലേജസ് വരില്ല, ലൈക്ക് മോസ്റ്റ്ലി ടെൻറ്റിലൊക്കെ ആയിരിക്കും സ്റ്റേ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ എവറസ്റ്റ് ഇസ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരയ്ക്കും യു സ്റ്റേ ഇൻ ട്രീ ഹൗസസ് ഓർ ലോഡ്ജസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഇതുണ്ടാവും, സെറ്റപ്പ് ഉണ്ടാവും. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. സോ അതൊരു ലക്ഷറിയാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്ത ക്ലൈംബിലൊക്കെ ഞാൻ ടെൻറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. എവറസ്റ്റിൽ പോകുന്ന റൂട്ടിൽ മാത്രമാണ് ടിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യു ഗെറ്റ് ദിസ് ട്രീ ഹൗസ്, വേറെ എവിടെ ഇതില്ല. സോ അവർക്കത് അറിയാം. ലൈക്ക് ആൻഡ് ലോട്ട് ഓഫ് ഫോറിനേഴ്സ് കം, റൈറ്റ്, ലോട്ട് ഓഫ് ഫോറിനർ, യൂറോപ്യൻസ്, ഐറിഷ് ക്ലൈംബേഴ്സ്, പോളിഷ് ക്ലൈംബേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. സോ അതിന് ഇറ്റ്സ് ലൈക്ക് ബിക്കം എ മാർക്കറ്റ്, കമേഴ്ഷ്യലൈസ്. സോ ഇറ്റ്സ് ബിക്കം വേ ടു കമേഴ്ഷ്യലൈസ് ദാറ്റ് ലോക്കലൈറ്റ്സ് ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ആൻഡ് യു കനോട്ട് ബ്ലെയിം ദെം ബിക്കോസ് അതാണ് അവരുടെ ഒരു കറക്റ്റ്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയായിരുന്നു, ഒരു സ്ഥലത്ത് ഞാൻ വിസിറ്റ് ചെയ്തു. അവിടെ ഒരു എവറസ്റ്റ് വ്യൂ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അതിന് എവറസ്റ്റ് കാണാൻ പറ്റും ഈ ഓൺ ദി വേ ടു ഇവിടെ നാംചെ ബസാറിൻ്റെ അടുത്തായിട്ട്. സോ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഐ വെന്റ് ടു എ പ്ലേസ് വെയർ ദേ റീസൈക്കിൾ വേസ്റ്റ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരാളോട് ചോദിച്ചു, ലൈക്ക് ദി ഫൗണ്ടർ ഓഫ് ദാറ്റ് പ്ലേസ്, ഐ വാസ് ടോക്കിംഗ് ടു ഹിം. സോ ഈ കിട്ടുന്ന കാശൊക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒബ്വിയസ്ലി അവരുടെ ഒരു ഇതാണല്ലോ, ഇത് വരുമാനമാണിത്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് നേപ്പാൾ ടു ക്ലിയർ ദ വേസ്റ്റ്. കാരണം ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇത്രയും ആൾക്കാർ പോകുന്നത് കാരണം, എവറസ്റ്റ് ഒക്കെ ഇത്രയും ആൾക്കാർ കയറുന്നത് കാരണം ദർ ഇസ് ലോട്ട് ഓഫ് ലിറ്ററിങ്, നല്ല പൊല്യൂഷൻ ഉണ്ട്. സോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ദേ മേക്ക് യൂസ് ഓഫ് ദിസ് മണി. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇതിന് മാത്രമായിട്ട്. ഐ കനോട്ട് സേ ദേ ആർ ലൂട്ടിങ്, അങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി അൺഫെയർ, കാരണം അവർക്ക് ഉള്ളൊരു വരുമാനം. പക്ഷേ യെസ്, വൈഫൈയും ഇതൊക്കെ. എന്താണ് അവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള, എന്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ ആവുന്നത്? എവറിത്തിങ്, എല്ലാതും. മുട്ടയ്ക്കും പിന്നെ ചൂടുവെള്ളം, വൈഫൈ, ഫോൺ ചാർജ് ചെയ്യണതിന്, എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം റേറ്റ്. ഐ തിങ്ക് 100 നേപ്പാളി റുപ്പീസ് സംതിങ് ഇറ്റ് വാസ്. അവരവരുടെ വരുമാനം. ഇപ്പം അവരെ പറയാൻ പറ്റില്ല, നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു. അതെ. അങ്ങനെ എത്രയാണ് ഇതിന്റെ ഒരു ടോട്ടൽ കോസ്റ്റിംഗ്, ഈ മൊത്തം എവറസ്റ്റ് ട്രാവൽ, ഈ ഒരു ക്ലൈംബിങ്ങിന്റെ എല്ലാം കൂടി ഒരു മൊത്തം ചെലവ്? വേരീസ് ആക്ച്വലി. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. വളരെ ലോ കോസ്റ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ ഓക്സിജൻ ടാങ്ക് എത്ര വേണമെന്ന് അതിൻ്റെ ബേസിസിൽ, പിന്നെ ഷെയർപ്പ എത്ര ഉണ്ടെന്നുള്ള ബേസിസിൽ, പിന്നെ ലക്ഷറി വേണോ വേണ്ടയോ എന്നുള്ള ബേസിസിൽ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ്. ഷെയർപ്പാസ് ആർ ലൈക്ക് മൗണ്ടൻ്റെ കുട്ടികൾ, അങ്ങനെ ദേ ടേക്ക് കെയർ ഓഫ് ദ മൗണ്ടൻസ്. ഷെർപ്പ നമ്മൾ വളരെ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. ബിക്കോസ് അവരില്ലെങ്കിൽ എവറസ്റ്റ് കയറാൻ പറ്റില്ല. സോ എവറസ്റ്റ് ഒരാൾ കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 40% നമ്മൾ എഫേർട്ട് ഇടുന്നുള്ളൂ, 60% ക്രെഡിറ്റ് ഗോസ് ടു ദ ഷെർപ്പ. അവരാണോ നമ്മുടെ ബാഗ്സ് ഒക്കെ? അല്ല, അതൊന്നുമില്ല. അങ്ങനെ
അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബട്ട് അതൊരു ട്രൂ മൗണ്ടനിയറിംഗ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മുടെ വെയിറ്റ് നമ്മൾ തന്നെ എടുക്കണം. ബാഗ്, ഓക്സിജൻ സിലിണ്ടർ, വെള്ളം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ ഈ ഷെർപ്പയുടെ കാര്യം പറഞ്ഞത്. സോ എനിക്കൊരു ഷെർപ്പ ഉണ്ടായിരുന്നത്. സോ ഹി വാസ് വിത്ത് മീ. എൻ്റെ എക്സ്ട്രാ ഓക്സിജൻ സിലിണ്ടർ എടുക്കുക. ലൈക്ക് എൻ്റെ ഒരെണ്ണുണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ തരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഓക്സിജൻ. പക്ഷെ ഞാനും ഒന്നും എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വെള്ളമൊക്കെ ഞാൻ തന്നെ എടുക്കും. പിന്നെ പുള്ളി എന്നെ ഇങ്ങനെ റൂട്ട് ഒരു ലൈക്ക് എ ഗൈഡ് വിത്ത് യു, ഓക്കെ. ക്യാമ്പ് 2 തൊട്ടിട്ട് എൻ്റെ ഷെർപ്പയുടെ കൂടെയാണ് ഞാൻ. ലൈക്ക് വി ഷെയർ ദ സെയിം ടെന്റ്. ഒരു ടെന്റിലാണ് കിടക്കുക എല്ലാം. കാരണം നമ്മുടെ ഓക്സിജന്റെ പ്രഷർ അവർ അഡ്ജസ്റ്റ് ചെയ്യണം. ഫുഡ് നമുക്ക് വെള്ളം ചൂടാക്കി തരണം. ഈ സ്നോന്ന് മറ്റേ ബ്യൂട്ടൈൻ ഗ്യാസ് ഉണ്ടോ ചെറുത്. സോ അതാണ്. അപ്പോൾ ഈ ഷെർപ്പയുടെ പണി ഇതൊക്കെയാണ്. സോ ഈ ഷെർപ്പയ്ക്ക് ഒരു ബോണസ് കൊടുക്കണം നമ്മൾ ആഫ്റ്റർ സബ്മിറ്റ്. ദർ ഇസ് എ സബ്മിറ്റ് ബോണസ്. കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും ഉണ്ടെങ്കിലും അവർക്കത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ദേ ഡിസേർവ് ഇറ്റ്. അത്രയ്ക്കും അവരൊരു ക്ലയന്റിനെ കയറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് മാതിരി തന്നെ അവരുടെ ലൈഫും ഡേഞ്ചറാണ്. കാരണം അവരുടെ അത്ര സ്പീഡ് നമുക്കില്ലല്ലോ. സോ അവർക്ക് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കയറാൻ പറ്റുന്നത് അവർക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്താം. പക്ഷെ അവർ ആ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളുടെ ഒരു സ്പീഡിൽ കയറിയില്ലെങ്കിൽ നമ്മൾ ടയർഡാവും. But they go through all this for the client. So ഈ ഷെർപ്പ ബോണസ് is 2 lakh. 2 lakh in 1,800 USD. അങ്ങനെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കാം. പിന്നെ അതല്ലാതെ ക്ലൈംബിങ്ങിന്റെ ഫീ, പിന്നെ ഹെപ്റ്റർ ഹെലി ഫീ, ലൈക്ക് നമ്മൾ പോവും വരെയൊക്കെ ആണെങ്കിൽ അങ്ങനെ എല്ലാം കൂടി ഒരു ഷെർപ്പയാണെങ്കിൽ ഇറ്റ് കംസ് ടു 30 to 40 lakhന്റെ ഇടയിൽ വരും, ബേസ്ഡ് ഓൺ ദി ക്ലൈംബിംഗ് കമ്പനി. പിന്നെ 2 ഷെർപ്പയൊക്കെ ആണെങ്കിൽ ഒരു ഷെർപ്പ എക്സ്ട്രാ എടുക്കണം. എന്താ വെച്ചാൽ ഈ വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ലൈക്ക് അവരുടെ വെള്ളം. there were cases where ഈ ഓക്സിജൻ സിലിണ്ടർ ഒരാൾ പിന്നിൽ പിടിച്ചിട്ട് ഇങ്ങനെ അയാളത് ബ്രീത്ത് ചെയ്ത് കയറുന്നത്. സോ അങ്ങനെ വെയിറ്റ് എടുക്കാൻ പറ്റാത്തവരുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് 2ാമത്തെ ഷെർപ്പ, ഈ വെയിറ്റ് എടുക്കാനും കാര്യം. പിന്നെ 3 ഷെർപ്പ വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ തിരിച്ചു വരാൻ ടയർഡ് ആണെങ്കിൽ ഇവരെ വലിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു 3ാമത്തെ ഒരു ഷെർപ്പുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് എന്താണ്. പിന്നെ ലക്ഷറി വേണോ വേണ്ടോ, ലൈക്ക് എലൈറ്റ് നിമിസ്തൈൻ്റെ എലൈറ്റ് എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ, ലൈക്ക് 14 peaks പറഞ്ഞിട്ടൊരു മൂവിയൊക്കെ ഉണ്ട് പുള്ളിയെ പറ്റിയിട്ട്. ബിക്കോസ് ഹി ഹാസ് എ റെക്കോർഡ് ഓഫ് ക്ലൈംബിംഗ് 14 peaks ഇൻ ദ ഷോർട്ടസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ് വിത്തൗട്ട് ഓക്സിജൻ ആണ് തോന്നുന്നത്, എനിക്കറിയില്ല. സോ പുള്ളിയുടെ കമ്പനി ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. സോ അവിടെ ഓൾമോസ്റ്റ് 1 crore ഒക്കെ വരും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഞാൻ പോയത് ഫെസിലിറ്റീസ് ഈ ഒരു 1 crore അവർ തരുന്ന എന്തൊക്കെയായിരിക്കും? അതൊന്നുമില്ല, ജസ്റ്റ് ടെന്റിന്റെ അകത്ത് കുറെ കഴിക്കാൻ കുറെ ഫുഡ്, ടെന്റ് കുഡ് ബി ലിറ്റിൽ മോർ ലക്ഷറിയസ് അങ്ങനത്തെ. പിന്നെ വൺ തിങ് ദേ അഷ്യൂർ ഇസ്, ഇപ്പോൾ എവറസ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7,000 മേലെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് സംതിങ് ഹാപ്പൻസ് ടു യു, ഹെലികോപ്റ്റർ വിൽ നോട്ട് ഫ്ലൈ അബവ് 7,000. മറ്റേ ഇതിൻ്റെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല ഹെലികോപ്റ്ററിന്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മളവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ഇഫ് സേ യു ആർ വെരി എക്സോസ്റ്റഡ്, റെസ്ക്യൂ ഉണ്ടാവില്ല. സോ നമ്മളെ ഷെർപ്പ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പം നമ്മളവിടെ മരിച്ചു പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഡെഡ് ബോഡീസ് ഉണ്ടാവുന്നു പോകുന്ന വഴിക്ക്. ഇങ്ങനെ ഡെഡ് ബോഡീസിനെ ഇങ്ങനെ കവിച്ച് വെച്ചിട്ട് വേണം പോകാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ ആ ഡെഡ് ബോഡീസ് അവിടെ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കോസ്റ്റ് യു അറൌണ്ട് 1 crore ആ ബോഡി റിട്രീവ് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ. ആരും വന്ന് എടുക്കില്ല. സോ ഈ ചില കമ്പനീസ് അഷ്യൂർ യു ദാറ്റ് നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ബോഡി തിരിച്ചു കൊണ്ടുവരും. അവർ നിങ്ങൾ ഈ ഒരു ഹൈറ്റിൽ എക്സോസ്റ്റഡ്, ലൈക്ക് സമ്മിറ്റിൽ എക്സോസ്റ്റഡ് ആയി തിരിച്ചു വരാൻ ഒട്ടും എനർജി ഇല്ല. സോ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. സോ ദാറ്റ് അഷ്യൂറൻസ് ഇസ് ദർ. ചില കമ്പനീസ് ആർ അഷ്യൂർ. സോ അതിനുള്ള അതിൻ്റെതായ കോസ്റ്റും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ലൈറ്റ് എക്സ്പ്രൊക്കെ 1 crore ആവുന്നതും ആ ഒരു കാര്യം. പിന്നെ ഞാൻ പോയത് പയനീർ എന്ന് പറഞ്ഞിട്ട്, അത് ബൂട്ട്സ് ആൻഡ് ക്രാമ്പോൺസ് ഫ്രം ഇന്ത്യ ഇസ് അസോസിയേറ്റഡ് വിത്ത് പയനീർ. സോ ഞാൻ പോയത് പയനീറിന്റെ കൂടെയാണ്. സോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ 1 ഷെർപ്പ, ബട്ട് വാട്ട് ഐ ടുക്ക് വാസ് അൺലിമിറ്റഡ് ഓക്സിജൻ. കാരണം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ടയർഡ്, ഐ നീഡ് 1 more day rest, ഐ നീഡ് ടു ബി ഓൺ ഓക്സിജൻ. സോ അതുകൊണ്ട് ഞാൻ അൺലിമിറ്റഡ് ഓക്സിജന്റെ ഒരു ഇതെടുത്തു, പാക്കേജ്. 30 to 35, 40 lakh ഇത് പോയി വരാൻ പറ്റി. ഓക്കെ, ഗ്രേറ്റ്. ഇനി എന്താണ് അടുത്ത പ്ലാനുകൾ? ഈ വർഷം ഇനിയിപ്പോൾ ക്ലൈംബിംഗ് ഒന്നുമില്ല, ബട്ട് ഐ എം പ്ലാനിങ് ടു ഡു അയൺമാൻ ചെയ്യണമെന്നുണ്ട് നെക്സ്റ്റ് ഇയർ ഇൻ US. പിന്നെ ഇന്ത്യയിൽ അൾട്രാമാൻ വരുന്നുണ്ട്, അതിൻ്റെ ട്രെയിനിങ്. പക്ഷേ കൈ ശരിയാവണം. പക്ഷേ ലൈക്ക് ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് ടു മൈ വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ മേ ബി ഇൻ 1 month ഐ തിങ്ക് എനിക്ക് എൻ്റെ ട്രെയിനിങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഐ എം ജസ്റ്റ് റണ്ണിങ് ആൻഡ് ചെറിയ വർക്കൗട്ട്സാണ്. പിന്നെ അയൺമാൻ ആണ് മെയിനായിട്ട്. അത് US വരുന്നുണ്ട് അടുത്ത വർഷം. അത് കഴിഞ്ഞിട്ട് മനാസ്ലു എന്ന് പറഞ്ഞിട്ടൊരു 8,000 meter പീക്ക് ഉണ്ട് നേപ്പാളിൽ തന്നെ. അതിന് പ്ലാൻ ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഈ ബാക്ക് പാക്കിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഈ മൗണ്ടനിയറിങ്ങിൻ്റെ സമയത്ത്? മൗണ്ടന് അത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പം പറഞ്ഞ മാതിരി ലൈക്ക്
ഓവർ പാക്ക് ചെയ്യും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് യു പാക്ക്. കാരണം ഒരു ഇത്ര വെയിറ്റ് കൂടി അവിടെ മേലെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. നമ്മൾ മുതുകൊക്കെ ഇങ്ങനെ ഒടിയുന്ന ഒരു അവസ്ഥയിലാവും കുറച്ച് കഴിഞ്ഞാൽ. എസ്പെഷ്യലി ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാകുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഇറ്റ് സെൽഫ് വെയ്സ് 4 ലിറ്ററിൻ്റെ ഓക്സിജൻ സിലിണ്ടർ, അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ വെയിറ്റ് എല്ലാം കൂടി ഒരു 6 kg 7 kgയുടെ അടുത്ത് വരും. സോ ഞാൻ എന്തൊക്കെ യൂഷ്വലി ക്യാരി ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ 2 bottles ഓഫ് വാട്ടർ, അതായത് 2 liter വാട്ടർ ഞാൻ മസ്റ്റായിട്ട് ക്യാരി ചെയ്യും. പിന്നെ ഒരു എനർജി ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും, മെയിനായിട്ട് ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് ഉണ്ടാവില്ലേ, ഷുഗർ ക്യാൻഡീസ്, അത് ഞാൻ ക്യാരി ചെയ്യും. ബിക്കോസ് എന്നെ അത് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷുഗർ റഷിന്. സോ വെൻ യു ഈറ്റ് ദാറ്റ് ആ ഒരു ഗ്ലൂക്കോസ് വിൽ ഇൻക്രീസ് ലൈക്ക് ടയർഡ് ആണെങ്കിൽ. സോ ഞാൻ അത് കുറേ എൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്, ഈ ചെറിയ ചെറിയ ചോക്ലേറ്റ്സ്. പിന്നെ ഈ ഇതുണ്ട് കഫ്സിൽ എന്ന് പറഞ്ഞിട്ട്, ഈ വിക്സിന്റെ ഗുളികമാതിരി കഫ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ത്രോട്ട് ഈ എയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. സോ ഭയങ്കര ത്രോട്ട് പെയിൻ ഒക്കെ വരാം ആൻഡ് കഫ് വരാം. സോ ദിസ് വിൽ ഗിവ് വെരി ഗുഡ് റിലീഫ് നമ്മുടെ ത്രോട്ടിന്. സോ കഫ്സിൽസ് കുറേ ഞാൻ എടുക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ട്. പിന്നെ എക്സ്ട്രാ പെയർ ഓഫ് എവറിത്തിങ്, ലൈക്ക് ഗ്ലൗസിൻ്റെ ഒരു എക്സ്ട്രാ പെയർ. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ നമ്മൾ പെട്ടെന്ന് ഒന്ന് ബാഗ് ഊരിയിട്ട് നമ്മുടെ ഹാർനസ്, അതായത് നമ്മുടെ ടെക്നിക്കൽ സ്റ്റഫ് ശരിയാക്കാനോ അല്ലെങ്കിൽ റോപ്പ് ഒന്ന് ഇതാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ റോപ്പിന് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഗ്ലൗസ് ഊരിയിട്ടൊന്ന് നോക്കാൻ നോക്കും. സോ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ കടിച്ചു പിടിക്കും, നമ്മുടെ ഗ്ലൗസ് ഇങ്ങനെ വായിൽ കടിച്ചു പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു സാധനം ഉണ്ടാവും, ഒരു ഹുക്ക് മാതിരി ഉണ്ടാവും, അത് മോസ്റ്റ്ലി നമ്മൾ കയ്യിലിട്ടിട്ടായിരിക്കും. പക്ഷെ ചില സമയത്ത് നമ്മളത് മറക്കും. അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വായം തുറന്നാലോ, ഓർ വി മസ്റ്റ് ബി ഹോൾഡിങ് ലൈക്ക് നമ്മളിങ്ങനെ വേറെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കും. സോ ദിസ് ഗ്ലൗസ് ക്യാൻ ഫോൾ ഓഫ്. പിന്നെ അത് പോയി കഴിഞ്ഞാൽ താഴത്തേക്കാവോ, തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഗ്ലൗസ് എപ്പോഴും ക്യാരി ചെയ്യും, ഒരു വാം പ്രോപ്പർ സമ്മിറ്റ് ഗ്ലൗസ് മാതിരി അത്. പിന്നെ ഒരു എക്സ്ട്രാ ക്യാപ്പ്, ഒരു വൂളൻ ക്യാപ്പ്, ഒരു ലൈനർ സംതിങ്. ബിക്കോസ് നമ്മൾ ഈ എന്താ പറയുക ഹെൽമെറ്റ് എടുക്കുമ്പോഴും ഊരുമ്പോഴൊക്കെ ചിലപ്പോൾ അത് വീഴാൻ ചാൻസ് ഉണ്ട്. സോ അത് എക്സ്ട്രാ ഷെയ്ഡ്സ്. പിന്നെ സൺസ്ക്രീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലിപ് ബാം. പിന്നെ എന്താ പറയുക സം സോർട്ട് ഓഫ് പെയിൻ മെഡിക്കേഷൻ ലൈക്ക് പെയിൻ കില്ലറോ അങ്ങനെ എന്തെങ്കിലും, ലൈക്ക് മേ ബി ഒരു മൂവ് സ്പ്രേ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ടെക്നിക്കലി കാരബിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഹുക്ക് മാതിരിയാണ്. സോ കാരബിനേഴ്സ് ഒരു 2-3 ഞാൻ യൂഷ്വലി എപ്പോഴും എക്സ്ട്രാ ക്യാരി ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ജുമാർ ചെയ്യുമ്പോൾ, ലൈക്ക് ഇപ്പോൾ നമ്മൾ റാപ്പിലിംഗ് ചെയ്യുകയാണെങ്കിലും ജുമാർ ചെയ്യുമെങ്കിലും റോപ്പിനെ നമ്മുടെ ശരീരത്തിനെ റോപ്പിനോട് അറ്റാച്ച് ചെയ്യുന്നത് ഇസ് ദിസ് തിങ് കാരബിന. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് എൻ്റെ അടുത്ത് എപ്പോഴും ഒരു 2-3 എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഗോട്ടെക്സ് എന്ന് പറയും. ഗോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വിൻഡ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ്. സോ ഗോട്ടെക്സ് മെറ്റീരിയലുള്ള ഒരു പാൻറ്റും ജാക്കറ്റും ഒരു എക്സ്ട്രാ, പിന്നെ ഒരു എക്സ്ട്രാ ഡൗൺ ജാക്കറ്റ്, അതായത് തണുപ്പ് കൂടുമ്പോൾ. സോ വാട്ട് ഹാപ്പൻസ് ദർ ഇസ് നമ്മുടെ ക്ലോത്തിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ഭയങ്കര ചൂടാവും. അപ്പോൾ നമ്മൾ ലെയേഴ്സ് ഊരണം. ലൈക്ക് ഞാനിപ്പോൾ ഒരു വിൻഡ് ഷീറ്റർ ഇട്ടുണ്ടാവും, ഉള്ളിലൊരു ഫ്ലീസ്, ഒരു വാം ജാക്കറ്റ് ഇട്ടുണ്ടാവും, പിന്നെ ഒരു ടീഷർട്ട് ഉണ്ടാവും. സോ ഭയങ്കര ചൂടാകുമ്പോൾ ഈ വിൻഡ് പ്രൂഫും ഫ്ലീസ് ഊരിയിട്ട് വെറുതെ ടീഷർട്ട് കുറച്ച് കഴിഞ്ഞ് നടക്കുമ്പോഴേക്കും ഭയങ്കര വിൻഡ് അടിക്കാൻ തുടങ്ങും. അപ്പോൾ എഗെയിൻ ഈ വിൻഡ്, പിന്നെ തണുപ്പ് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വാം ജാക്കറ്റ് അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കണം. സോ യു നീഡ് ടു അഡ്ജസ്റ്റ് യുവർ ബോഡി ടെമ്പറേച്ചർ അക്കോർഡിംഗ്ലി. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ പെയർ ഓഫ് ക്ലോത്തിങ്സ്. എത്ര പെയർ ഓഫ് ഡ്രസ്സസ് ഒക്കെ കൊണ്ടുപോകും നമ്മൾ? അത് ഡിപ്പെൻസ്. സോ ഫോർ എൻ 8,000 പോയപ്പോൾ ഡൗൺ സൂട്ട്, അതിൻ്റെ അകത്ത് ഞാനൊരു ഡൗൺ ജാക്കറ്റ്, അതിൻ്റെ അകത്തൊരു തെർമൽസ്, അതിൻ്റെ അകത്തൊരു ടീഷർട്ട് അങ്ങനെ. സോ നോർമലി ഒരു 6,000 ഒക്കെ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡൗൺ ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു വിൻഡ് പ്രൂഫ് ഒരു തെർമൽസ് അത് മതി. കാരണം നമ്മൾ കയറുമ്പോൾ ബോഡി ഭയങ്കര വാമായിരിക്കും, വേർക്കും നമ്മൾ നന്നായിട്ട്. സോ ഇറ്റ്സ് നോട്ട് അഡ്വൈസ് ടു വെയർ ലോട്ട് ഓഫ് ലെയേഴ്സ്, കാരണം ബ്ലഡ് സർക്കുലേഷനും കുറയും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്. പിന്നെ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണല്ലോ. ലൈക്ക് എൻ്റെ ബോഡി മാതിരി ആയിരിക്കില്ല, എൻ്റെ ബോഡി പെട്ടെന്ന് വാം ആവുന്നൊരു ബോഡിയാണ്. അത് ദർ ക്യാൻ ബി പീപ്പിൾ ഹൂസ് ബോഡി ഡസ് നോട്ട് ഗെറ്റ് വാം ദാറ്റ് ഫാസ്റ്റ്. ദർ ബോഡി വിൽ ബി ഓൾവേസ് കൂൾ. എത്ര വർക്കൗട്ട് ചെയ്താലും അങ്ങനെ സ്വെറ്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ബോഡി യു ഹാവ്. യെസ്. അതുപോലെ ഈ ഭയങ്കര ഈ വെതറിൻ്റെതായ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പം ഏതെങ്കിലും ഒരു മൂമെൻറ്റ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്? എന്തായിരുന്നു അത്? മോസ്റ്റ് ഓഫ് ദ ക്ലൈംബിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഏത് ക്ലൈംബ് ഞാൻ ചെയ്താലും, ഇപ്പോൾ ഞാൻ KY2 എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലൈംബ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്റ്റോം ഉണ്ടായി, സ്നോ സ്റ്റോം മാതിരി. സോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഭയങ്കര ടയേർഡായിരുന്നു ആൻഡ് ഹി സ്റ്റാർട്ടഡ് സ്ലൈഡിങ്. താഴെ ഇറങ്ങുമ്പോൾ ഒരിക്കലും സ്ലൈഡ് ചെയ്യാൻ പാടില്ല, പിടിച്ച് തന്നെ ഇറങ്ങണം റോപ്പിൽ. സോ ഈ പുള്ളിയുടെ വെയിറ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, പുള്ളിയുടെ പിന്നാലെ ഞാനായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ഐസാക്സ് ഒക്കെ വെച്ച് ബാലൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും പുള്ളി നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. സോ എൻ്റെ വെയിറ്റിന് പുള്ളി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
കുറേ ഞാൻ റോപ്പ് പിടിച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കിയ പുള്ളി. പക്ഷേ എൻ്റെ പിന്നിൽ പിന്നെ വേറെ 2-3 ആൾക്കാർ. പക്ഷേ ഞാനും സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബാലൻസ് സെറ്റ് വീണു. അപ്പോൾ എൻ്റെ പിന്നാലെ എല്ലാവരും ഞങ്ങൾ ഉരുണ്ട് ഒരു ക്രെവസിൻ്റെ അകത്തേക്ക് വീണു. ലൈക്ക് ഇങ്ങനെ. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ജീവനോട് രക്ഷപ്പെട്ടു. ഈ സ്നോ സ്റ്റോം കാരണം വിസിബിലിറ്റിയും കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ നൂൺ ചെയ്തപ്പോൾ സ്നോ സ്റ്റോമിൽ സ്റ്റക്കായിട്ട് 4 days ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് പകുതി വരെ സ്നോ ആയിരുന്നു. 4 days സ്റ്റക്കായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളുടെ കിച്ചൺ ടെന്റ് ഒക്കെ പറന്നുപോയി, ടേബിളൊക്കെ പറന്നുപോയി, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. ഈ 4 days എങ്ങനെയായിരുന്നു ഒരു സർവൈവൽ? ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി, ഞങ്ങള് കുറെ മൂവി ഡൗൺലോഡ് ചെയ്തു അകത്തിരുന്ന്. പിന്നെ കിച്ചൺ ടെന്റ് പിന്നെയും ഇതാക്കി. അവര് എപ്പോഴും തീറ്റ തന്നെയായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഷെയർപാസ് ഒക്കെ നല്ല സ്കിൽഡ് ആണ്. സോ അവരെപ്പോഴും അതാണ് അവരുടെ ഒരു എന്താ പറയുക സെൽഫ്ലെസ്നെസ്. രാത്രി ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങളുടെ ടെന്റിൽ വന്ന് സ്നോ ക്ലിയർ ചെയ്യും. കാരണം ടെന്റിന്റെ മേലിൽ സ്നോ വീണ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ടെന്റ് പൊട്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് ടെന്റിന്റെ മുകളിൽ എപ്പോഴും അവർ വന്ന് സ്നോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പൊ എവറസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞ മാതിരി എവറസ്റ്റ് ഒരു മൂവി ഉണ്ട് 1996 എന്ന് പറഞ്ഞിട്ട്. എവറസ്റ്റിനെ പറ്റി ആ ഒരു 1996 ഡിസാസ്റ്ററിനെ പറ്റിയിട്ട് ഒരു മൂവി ഉണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. ലിറ്ററലി ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് 20th. സോ ദാറ്റ് വാസ് ദ വേർസ്റ്റ് ദാറ്റ് ഐ ഫേസ്ഡ്. ഓക്കെ. ഈ ഡെഡ് ബോഡീസ് കാണാന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി നമ്മൾ ഒരു സാധാരണക്കാർക്ക് ഒരു പെട്ടെന്നൊരു അക്സെപ്റ്റബിൾ സാധനമല്ല. എപ്പോഴും ഡെഡ് ബോഡി സംതിങ് നമുക്കൊരു ഫിയർഫുൾ ഫാക്ടറാണ്. സോ വെൻ ഡിഡ് യു സീ യുവർ ഫസ്റ്റ് അങ്ങനെ ഒരു ബോഡി? എവിടെയാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത്, ആൻഡ് പിന്നെ അത് യൂസ്ഡ് ആയോ? അത് ഒരു നിങ്ങൾക്ക് ടൈം ഉണ്ടോ? അതൊരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. ലൈക്ക് ഞാൻ ഫസ്റ്റ് ക്യാമ്പ് ഞാൻ വാക്കിങ്ങിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ് എനിക്ക്. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അന്ന് ക്യാമ്പ് 3 ക്യാമ്പ് 4 ഞങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ ഡെഡ് ബോഡി. ഞാൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ലൈക്ക് സ്റ്റോക്കാങ്കറി ചെയ്തപ്പോൾ ഐ സോ 1 person falling ആൻഡ് പിന്നെ ആളുടെ ബോഡി കിട്ടിയിട്ടില്ല. നിങ്ങളെല്ലാരും പോകുന്ന എന്റെ കുറച്ച് മുമ്പിലുണ്ടായിരുന്ന ആള് എക്സോസ്റ്റഡ് ആയിട്ട് പുള്ളി ഐ ഡോണ്ട് നോ വൈ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ റിഡ്ജാണ്, ഒരു നൈഫ് റിഡ്ജ് എന്ന് പറയും. നൈഫ് റിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിയുടെ മാതിരി വെരി നാരോ, വെരി സ്ലിം ആണ്. സോ ഐ ഡോണ്ട് നോ റിയലി വാട്ട് ഹാപ്പൻ. ഐ ജസ്റ്റ് സോ ഹിം ഫോളിങ് മേലെന്ന്. ആൻഡ് പിന്നെ പുള്ളിയുടെ ബോഡി കിട്ടിയിട്ടില്ല. എനിക്ക് ആർക്കും അറിയില്ല എന്താ പുള്ളിക്ക് പറ്റിയത്. മേ ബി IMSൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും. അതെനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഹാലൂസിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് ഹി വുഡ് ഹാവ് റിമൂവ്ഡ് ഹിസ് സേഫ്റ്റി ആൻഡ് ഹി ജസ്റ്റ് ഫെൽ ഡൗൺ. അങ്ങനെ വീണതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ദെൻ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. സോ ഞാൻ ക്യാമ്പ് 2 ക്യാമ്പ് 3 ക്യാമ്പ് 4 പോകുന്ന സമയത്ത് ദ ഫസ്റ്റ് ബോഡി ഐ സോ ലോഡ്സേ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോഡ്സേ ഇസ് ദ 5th highest peak. അപ്പോൾ അതിൻ്റെ അടുത്തൊരു യെല്ലോ ബാൻഡ് ഉണ്ട്, ഇൻഫേമസ് യെല്ലോ ബാൻഡ് എവറസ്റ്റിൻ്റെ. അപ്പോൾ അവിടെ കുറച്ച് യെല്ലോ ബാൻഡിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ബോഡി ഞാൻ കണ്ടു. ആൻഡ് ദേ സെഡ് ഇറ്റ്സ് എ ഫ്രഷ് ബോഡി. അവിടെ ഫ്രഷ് ബോഡി എന്ന് പറയും, ലൈക്ക് ഇപ്പം മരിച്ചാൽ. സോ ഹി പാസ്ഡ് അവേ ഓൺ 19th or something. ആൻഡ് അതൊരു ഇന്ത്യൻ ആണ്. ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. സോ ഞങ്ങളുടെയൊക്കെ ഡൗൺ സ്യൂട്ടിൽ നമ്മുടെ കൺട്രിയുടെ ഫ്ലാഗും നമ്മുടെ പേരൊക്കെ ഉണ്ടാവും. സോ ആ ഇന്ത്യൻ ഫ്ലാഗ് എനിക്ക് കാണാം, പക്ഷെ എനിക്ക് ആ പേര് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കണ്ണൊക്കെ കുറച്ച് ബ്ലേർഡ് ആയിരുന്നു ഓൾറെഡി. ആൻഡ് ഞാൻ ആ പേര് നോക്കാൻ ശ്രമിക്കുമായിരുന്നു. സോ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. ആൻഡ് ആ ഒരു മൊത്തത്തിലൊരു സ്റ്റേജിൽ കണ്ടപ്പോൾ ആളുടെ ഒരു ബോഡിയുടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ അറിയുന്ന ഒരു ആളുടെ മാതിരി എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഷെർപ്പ വാസ് നോട്ട് അലൗവിങ് മീ ടു ലുക്ക് അറ്റ് ദാറ്റ് ബോഡി. ഞാൻ ഇങ്ങനെ നിന്നിട്ട് അത് കണ്ടപ്പോൾ തന്നെ നല്ല കരച്ചിൽ വന്നു. കാരണം നമ്മുടെ കൺട്രിയിൽ നിന്ന് ഒരാൾ എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ നിന്ന് ഒരുമാതിരി കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു എൻ്റെ. പക്ഷേ എൻ്റെ ഫേസൊക്കെ ഒരുമാതിരിയാണ്. അപ്പോൾ എൻ്റെ ഷെർപ്പ പറഞ്ഞു അവിടെ നോക്കരുത് പറഞ്ഞു. ഐ സെഡ് നോ, ഐ ഹാവ് ടു സീ ഹൂ ദിസ് പേഴ്സൺ ഇസ്. അപ്പോൾ ഷെർപ്പ പറഞ്ഞു നോ എന്നാണ് എൻ്റെ കാലിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. വേഗം മേലപ്പോ എന്ന് പറയും. പിന്നെ ആ യെല്ലോ ബാൻഡിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ വേഗം കയറണം. അപ്പം ഞാനത് കയറി. അപ്പം തന്നെ മനസ്സ് ഒരുമാതിരിയായി. പിന്നെ കുറച്ചുകൂടി മേലേക്ക് പോയപ്പോൾ ഒരു ആള് ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ ക്യാമ്പ് 4 തൊട്ടിപ്പുറത്ത്. സോ അത് കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരുമാതിരി. അതുപോലെ സമ്മിറ്റിൽ തന്നെ ഞാൻ പിന്നെ ഒരു 3 ഡെഡ് ബോഡീസ് ഞാൻ കണ്ടു. 3 ഡെഡ് ബോഡികളുണ്ടായിരുന്നു. മേലൊരു പെണ്ണിങ്ങനെ ഇരിക്കുക സമ്മിറ്റിൽ മരിച്ച്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, അതെല്ലാം കൂടി കണ്ടിട്ട് ഈ വെതറിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായപ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു കം ബാക്ക്. ഞാൻ പറഞ്ഞില്ല, ബീങ് അലൈവേഴ്സ് അന്ന് സമ്മിറ്റിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കന്ന് ഫീൽ ചെയ്തില്ല. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് ജീവനോടെ എത്തണം, അത് മാത്രമായിരുന്നു എൻ്റെ ഇത്. പിന്നെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഈ ഫസ്റ്റ് കണ്ട ഡെഡ് ബോഡി ആക്ച്വലി എന്താ ഉണ്ടായിച്ചാൽ ഞാൻ കയറുന്ന സമയത്ത് 19th എൻ്റെ ഷെർപ്പ കുറച്ച് മുമ്പിലായിരുന്നു, പിന്നിലാണ് എല്ലാവരും. ഞാൻ നല്ല ഫ്രണ്ടിലായിരുന്നു, ഞാനും എൻ്റെ ഷെർപ്പയും. പക്ഷെ പുള്ളി കുറച്ചുകൂടി മുമ്പിൽ പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്താ പറയുക, ക്യാമ്പ് 3 യൂഷ്വലി യു നീഡ് ടു വെയർ ഓക്സിജൻ മാസ്ക്.
അപ്പോൾ അയാൾ ഓക്സിജൻ മാസ്ക് ഒന്നും ഇട്ടിട്ടില്ല ആൻഡ് ഹിസ് ഫേസ് വാസ് വെരി ഫ്രഷ്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഫേസ് ഫുൾ ടാനായി സ്കിന്നൊക്കെ പോയി ഭയങ്കര വൃത്തികേടായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ പുള്ളിയുടെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണു, ഒരു ടാനില്ല, ഒന്നുമില്ല, ഓക്സിജൻ മാസ്ക് ഇട്ടിട്ടില്ല. പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഒരാൾ തട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, താഴെ മേലേക്ക് പോകുമ്പോൾ എന്നെ അറിയാം അയാൾക്ക്, സോ യു മീൻ ടു മേക്ക് ഷുവർ നിനക്ക് മേലെ പോകുന്നതിനേക്കാൾ എനർജി താഴെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നീ കയറിയാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ്, അവിടെ അങ്ങനെയാണ് മരിക്കുന്നത് എല്ലാവരും, താഴെ വരാൻ എനർജി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഉറപ്പാണോ, ആർ യു കോൺഫിഡൻറ്റ് നിനക്ക് കയറാൻ പറ്റും? ഞാൻ പറഞ്ഞു യെസ്. നിനക്ക് ടയർഡ്നെസ് ഉണ്ട്? എനിക്ക് ടയർഡ്നെസ് ഒന്നും തോന്നിയായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടയർഡ്നെസ് ഒന്നുമില്ല, ഐ എം ഫൈൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിനക്ക് ഉറപ്പാണോ നീ താഴെ മേലെ പോയാൽ നിനക്ക് താഴെ വരാൻ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാൽ അങ്ങനെ മാത്രം കയറിയാൽ മതി, എക്സ്ട്രാ ഓക്സിജൻ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ എത്ര ദൂരം പോയി എന്ന് വെച്ചു. ഞാൻ പേര് പറയുന്നില്ല, ഔട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ദാറ്റ് പേഴ്സൺ, ഇറ്റ്സ് ലൈക്ക് എ ഡിസ്റെസ്പെക്ട് അയാളുടെ പേര് പറഞ്ഞു. സോ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര ദൂരം പോയി എന്ന് വെച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ 8,200 വരെ പോയി, പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല. സോ പുള്ളി സബ്മിറ്റ് ചെയ്തില്ല, ഞാൻ റിട്ടേൺ വരികയെന്ന് പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ തീർന്നു എന്ന് പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ സാരില്ല, നെക്സ്റ്റ് ടൈം യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി. തിരിച്ച് ഞാൻ വന്നിട്ട് സബ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടീമിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പുള്ളീനെ പറ്റി പറയുന്നു, ഇയാളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഇത് പറഞ്ഞു, അയാൾ സബ്മിറ്റ് ചെയ്തില്ല, ഹൗ ഇസ് ഹി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്നാണ് നീ ഇയാളെ മീറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു 20th ഞാൻ സബ്മിറ്റ് ചെയ്തത്, 19th ഞാൻ ക്യാമ്പ് 4 പോകുമ്പോഴാണ് കണ്ടത്, രാത്രി ഒരു 3 മണിക്ക്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ 19th രാവിലെ മരിച്ചു, 18th എന്തോ മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 18th മരിച്ചു, അതെങ്ങനെ? ഞാൻ പുള്ളീനെ കണ്ടതാണല്ലോ. അപ്പം എൻ്റെ അടുത്ത് വെച്ചാൽ നീ ആദ്യം കണ്ടൊരു ഡെഡ് ബോഡി ഇല്ല അവിടെ, അത് അയാളുടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ പേടിയല്ല, നല്ലൊരു ഫ്രണ്ടായിരുന്നു പുള്ളി. ഐ മീൻ ഫ്രണ്ട് ഇൻ ദ സെൻസ് ഞങ്ങൾ ടെൻറ്റിലൊക്കെ വന്ന് സംസാരിക്കും, വെരി റെസ്പെക്റ്റബിൾ പേഴ്സൺ, ഒരു വളരെ ഓണേർഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ, ലോട്ട് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ഇൻ ലൈഫ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നല്ല. ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും ഞാൻ വിചാരിച്ചു ഇറ്റ് കുഡ് ബി ഹാലൂസിനേഷൻ ഓർ ഐ ഡോണ്ട് നോ വാട്ട്. പക്ഷേ വൺ തിങ് ഈസ് ഞാൻ ആ ഹൈറ്റ് ചോദിച്ചില്ലേ, ടിൽ വാട്ട് ഹൈറ്റ് യു വെന്നു, അപ്പോൾ 8,200 ആൻഡ് ദാറ്റ് ഇസ് ട്രൂ. അവിടെ നിന്നാണ് പുള്ളി തിരിച്ചു വന്നത്. സോ ഐ ഡോണ്ട് നോ. Oh my God, that is something. ഇങ്ങനത്തെ കുറെ ഇമോഷൻസ്. സോ അത് എനിക്ക് ആ ഒരു മെന്റൽ ട്രോമ ലൈക്ക് അത് എനിക്ക് കുറച്ച് ദിവസം ഹോണ്ട് ചെയ്തു. സോ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഫസ്റ്റ് കയറിയ കുട്ടിയുടെ ന്യൂസ് എല്ലായിടത്തും വന്നു, എന്തുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് വന്നില്ല? കുട്ടി. അപ്പോൾ നിങ്ങൾ എന്താണ് എവിടെ ഇന്റർവ്യൂ കൊടുക്കാത്തേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻ എ ഹറി, എനിക്ക് ഇപ്പോൾ ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞാൻ, ലെറ്റ് മീ ജസ്റ്റ് ബിക്കം നോർമൽ. കാരണം ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക ആൻഡ് ഓൾ ദീസ് തിങ്സ് ആൻഡ് എൻ്റെ ഫ്രോസ് ബൈറ്റ് ആയി എനിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. സോ ആ ഒരു മെന്റൽ സ്പേസിൽ ഇന്റർവ്യൂസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ ഒരു മെന്റൽ സ്പേസ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ എൻ്റെതായ ഒരു ടൈം എടുത്തു, ഐ ടുക്ക് ലോട്ട് ഓഫ് ബ്രേക്ക്, എൻ്റെ ഫ്രണ്ട്സിനായിട്ട് കണക്ട് ചെയ്തു, എൻ്റെ ഫാമിലി എല്ലാവരും വന്നായിരുന്നു നേപ്പാളിൽ. സോ അവരായിട്ട് ഐ വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. കാരണം ഇത്രയും ദിവസം എവറസ്റ്റിൽ പിന്നാലെ നടന്നു, ഇനിയും ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. സോ ഐ ഹാഡ് ഗുഡ് ടൈം വിത്ത് മൈ ഫാമിലി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നായിരുന്നു. സോ അവരുടെ കൂടെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത്, സോ മെന്റലി കുറച്ച് ഒരു പ്രശ്നമായി. സോ എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ എനർജി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ ഒരു ഇതിന്. ലൈക്ക് ശ്രീഷിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണം, ഐ വോണ്ട് ടു ഗോ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ? സോ ഞാൻ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നു, അവർക്ക് എവറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് ഔട്ട് ഓഫ് ഇഫ് യു ടേക്ക് എ റേഷ്യോ ലൈക്ക് 100, only 20% ask me what sort of training you need for Everest. ബാക്കി 80% എന്നോട് ചോദിച്ചത് എവറസ്റ്റ് ചെയ്യാൻ എത്ര കാശാവുന്ന. ആൻഡ് ഞാൻ ആ 80% റെസ്പോണ്ട് ചെയ്തില്ല. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു റെസ്പോണ്ട് ഓൾസോ. എൻ്റെ അടുത്ത് കാശ് എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. കാരണം കാശ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, കാശല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്, ട്രെയിനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരിക്കലും ഇപ്പോൾ എവറസ്റ്റ് അധികം എക്സ്പീരിയൻസ് ഇല്ലാതെ കയറിയ ഒരുപാടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് റിയലി സപ്പോർട്ട് ദാറ്റ്. എവറസ്റ്റ് പോലത്തെ ഒരു പീക്ക് കയറണമെങ്കിൽ യു നീഡ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫേസ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ഒരു പോയിന്റ്, ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ യു ആർ ഓൺ യുവർ ഓൺ. നിങ്ങൾ ഷെയർപ്പിക്കും കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബി 3 ഷെയർപ്പ 4 ഷെയർപ്പ, യു ഷുഡ് നോ വെൻ ടു റിട്ടേൺ ബാക്ക്. അതാണ് ഒരു മൗണ്ടനിയറിംഗിൽ ഫസ്റ്റ് ചാപ്റ്റർ. ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രാക്ടിക്കാലിറ്റി വരണം, മെച്യൂരിറ്റി വരണം. ഒരു മൗണ്ടനിലാവുമ്പോൾ അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി വേണം. ഇപ്പൊ തിരിച്ചിറങ്ങാം, പിന്നെ ചെയ്താലും കുഴപ്പമില്ല, ആ ഒരു റിയലൈസേഷൻ. ആൻഡ് യു ഷുഡ് നോ, നമ്മൾ ഈ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയണം നമ്മളുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതിനൊക്കെ എക്സ്പീരിയൻസ് വെച്ചേ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് പാനിക് ചെയ്യരുത്.
ഇപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ട്രെയിനിങ് സമയത്ത് എൻ്റെ കാലിലൊരു വലിയ സ്വെല്ലിങ് വന്നായിരുന്നു ഞാൻ ലോബിച്ച് ചെയ്തപ്പോൾ. അപ്പോൾ അത് നല്ലൊരു ഇറ്റ് വാസ് ക്വൈറ്റ് ബാഡ്. അപ്പോൾ ആ സെക്കൻഡ് ട്രെയിനിങ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഇൻക്രീസ് ആയി. കാരണം സ്റ്റീപ്പ് ഐസ് വോളിലാണ്, 90 ഡിഗ്രി ഓൾമോസ്റ്റ് ഐസ് വോളിലാണ് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് എൻ്റെ കാല് നല്ല വേദനയായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഐ ലോസ് കൺട്രോൾ ഓഫ് മൈ റോപ്പ്. എന്നിട്ട് ഞാൻ നന്നായി വീണ് ഐ വാസ് ഹാങ്ങിങ് ഓൺ ദ റോപ്പ്. സോ ആ സമയത്ത് ഇഫ് ഐ ഹാഡ് പാനിക്ഡ്, ഞാൻ നല്ല പാനിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഗഡ്ബഡായിരുന്നു. ലൈക്ക് എന്താ പറയുക, ഭയങ്കര മുഷ്കിലായിരുന്നു. ലൈക്ക് ഇറ്റ് വുഡ് ഹാവ് ബിക്കം വെരി ടഫ് ടു കം ഡൗൺ. അല്ലെങ്കിൽ എൻ്റെ റോപ്പ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിണഞ്ഞിട്ടുണ്ടാവാം അങ്ങനത്തെ. സോ ഞാൻ ആ സമയത്ത് പാനിക് ചെയ്യാതെ ഐ ജസ്റ്റ് വെയിറ്റഡ് ഫോർ മൈ ഗൈഡ് ടു കം make me free from the rope and അങ്ങനെ. സോ ഈ കാര്യങ്ങളൊക്കെ, സോ ദീസ് ആർ ദ ബേസിക് തിങ്സ്. കറക്റ്റ് പ്രസൻസ് ഓഫ് മൈൻഡ്, ബീങ് കാം ആൻഡ് കമ്പോസ്ഡ്. ഇപ്പോൾ ഒരു സ്നോ സ്റ്റോം കാണുമ്പോൾ പേടിക്കരുത്. പിന്നെ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഹൗ ടു ബിഹേവ്. നിങ്ങളുടെ ടീംമേറ്റ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. കാരണം ആ ഒരു ഹൈറ്റിൽ നമ്മളുടെ മൈൻഡ് ഇവിടെ ഉള്ള മാതിരി ആയിരിക്കില്ല. നമ്മൾ ഇമോഷൻസ് ഒക്കെ എക്സ്ട്രീം ആയിരിക്കാം. ദേഷ്യം എക്സ്ട്രീം ആയിരിക്കാം, കരച്ചിൽ എക്സ്ട്രീം ആയിരിക്കാം, ഇൻടോളറൻസ്, പേഷ്യൻസ് ഉണ്ടാവില്ല. സോ അതൊക്കെ നമ്മൾ കയറിയിട്ടേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരുള്ളൂ. കാരണം നമ്മൾ ഈ ബിഹേവിയറൊക്കെ മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യാൻ നമ്മളെ ഇമ്പാക്ട് ചെയ്യും. പിന്നെ വേറെ ഒന്ന്, ഈ എവറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടീമിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും കുടിക്കുമായിരുന്നു, വലിക്കും കാരണം അവിടെ കിട്ടും. ബിക്കോസ് ഫോറിനേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി. അത് അവിടെ വെച്ചിരിക്കുന്നത് എന്തോ ദിവസം എടുത്ത് കുടിക്കാനല്ല, വല്ലപ്പോഴൊക്കെ ഇപ്പോൾ ഒരു പൂജ ഡേ, സെലിബ്രേഷൻ ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി അതാ. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ പുള്ളി എല്ലാ ദിവസവും കുടിക്കലും വലിക്കലുമായിരുന്നു. എന്നാൽ അങ്ങനെയാണ് ആ പുള്ളിക്ക് ഹേസ് എല്ലാം വന്നത്. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ആൾക്ക് ചെയ്യാൻ പറ്റിയോ? ഇല്ല, പുള്ളിനെ ബാൻ ചെയ്തു. 3 months നോ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻസ്. അവരെന്നെ പറഞ്ഞു യു കാണ്ട്. പുള്ളി ബാൻ ചെയ്തു. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് തിങ് ഇസ് ടെക്നിക്കൽ സ്കിൽസ്. ലൈക്ക് ഇപ്പം ഞാൻ എന്താ ഉണ്ടായിച്ച എവറസ്റ്റിന് ഞാൻ താഴെ വരുമ്പോൾ എൻ്റെ ഷെയർപ്പ വാസ് വെരി ടയർഡ്. എനിക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം, കയറണം അങ്ങനെ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഓക്കെ നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാൻ താഴെ ഇറങ്ങാം. സോ എവറസ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഫുൾ എവറസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി, ആരും ഉണ്ടായിരുന്നില്ല. സോ ഫുൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് റാപ്ലിംഗ് ഉണ്ട്. ഒന്ന് ഷെയർപ്പ റാപ്ലിംഗ്, ഒന്ന് നോർമൽ റാപ്ലിംഗ്. ഷെയർപ്പ റാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോപ്പ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിറങ്ങണം. വേറെ റാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പിന്നിലായിട്ട് ഇറങ്ങില്ല, ഇങ്ങനെ റോപ്പിനെ വെച്ച്. സോ ദാറ്റ്സ് വെരി ഈസി. അതിനൊരു കൈൻഡ് ബാലൻസ് മതി. ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ മതി, എൻ്റെ ഈ ഫിംഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അന്ന് അവിടെ വാട്ട് സേവ്ഡ് മീ വാസ് ഐ നോ ഹൗ ടു ഡു ദ അതർ റാപ്ലിംഗ്. എനിക്ക് ഷെയർപ്പയുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് നന്നായിട്ട് അറിയാം. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് ഈ റോപ്പ് ലൂസായിരിക്കണം അങ്ങനത്തെ റാപ്ലിംഗ് ചെയ്യാൻ. അവിടെ റോപ്പ് നല്ല ടൈറ്റ് ആയിരുന്നു. സോ അതിന് വേറൊരു സ്കില്ലുണ്ട്. നമ്മളത് വലിച്ചെടുത്ത് ഈ ഫിഗർ ഓഫ് 8 എന്ന് പറഞ്ഞിട്ട് സാധനം അതിൻ്റെ അകത്ത് കെട്ട് റോപ്പ് കെട്ടി ഉണ്ട്. സോ ഐ നോ ഹൗ ടു ഡു ദാറ്റ്. സോ എനിക്ക് ഷെയർപ്പയുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഓൾമോസ്റ്റ് 70% ഓഫ് എവറസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി. സോ അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഐ നോ ദാറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് വേണം. കാശ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ വളരെ കാശുള്ള ഒരാൾ കേരളത്തിൽ വളരെ ഒരു ബിസിനസ്മാൻ്റെ മോനും എവറസ്റ്റ് ചെയ്യാൻ പോവാം വിത്തൗട്ട് എക്സ്പീരിയൻസ്. ഷെയർപ്പ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ് ഇസ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് കാശ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഐ വിൽ നോട്ട് റെസ്പോണ്ട് ടു ദാറ്റ് മെസ്സേജ്. എക്സ്പീരിയൻസ് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. കാരണം ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ്സ് ഗോയിങ് ടു സേവ് യു. സോ ഒരു എവറസ്റ്റ് കയറുന്നതിൻ്റെ മുമ്പേ ഫസ്റ്റ് ട്രെക്കിംഗ് തുടങ്ങും. സീ ഹൗ യു ആർ. ചിലപ്പോൾ നിങ്ങൾക്ക് മൗണ്ടൻസ് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ബാത്റൂം ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഓപ്പൺ എയർ ആയിരിക്കും, ടെൻറ്റിൽ കുഴി കുത്തിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. സോ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വിമൻ, അവർക്ക് പീരിയഡ്സിൻ്റെ ഒക്കെ സമയത്ത് മൗണ്ടൻസിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ക്ലെൻലിനെസ് വെള്ളമൊന്നും ഉണ്ടാവില്ല. സോ ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു നീഡ് ടു അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഭക്ഷണം കൺവീനിയൻസ് ഒന്നും ഉണ്ടാവില്ല, ഹാർഡ്ലി എനിത്തിങ്. അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ അവിടുത്തെ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ, കാരണം ബോഡിക്ക് എനർജി വേണം. സോ എന്തൊക്കെയായിരിക്കും അവിടെ ഫുഡ് മെയിൻലി കൊടുക്കുന്ന സാധനം? ദാൽ ആൻഡ് റൈസ് മോസ്റ്റ്ലി, പിന്നെ മാഗി അങ്ങനത്തെ ഒക്കെ. സോ ഇതൊക്കെ എല്ലാവർക്കും ഇത്രയും ദിവസം എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ? സോ ബേസിക് ബെയർ മിനിമം ആണ് അവിടുത്തെ ഇത്. അത് പറ്റുമോ നോക്കണം. അതുപോലെ സോ ഫസ്റ്റ് സീ ഇഫ് യു ക്യാൻ ലിവ് വിത്ത് മൗണ്ടൻസ്. അതാണ് ഫസ്റ്റ് തിങ്. ഒന്ന് മലകളിൽ പോയി നോക്കൂ, സ്നോയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ചെറിയ ഹൈറ്റിൽ തുടങ്ങി ട്രെക്കിങ്, ഒരു 2-3 ട്രെക്കിംഗ് ചെയ്യുക ഇൻ ഹിമാലയസ്. ഒരുപാടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് ഇൻ ടു ടെക്നിക്കൽ ക്ലൈംബിംഗ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് പീക്സ് ടു സ്റ്റാർട്ട് വിത്ത്. അതൊരു 5800 ആണ്. മൗണ്ടനിയറിംഗിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ലൈക്ക് ദ ഫസ്റ്റ് പീക്ക് യു ക്യാൻ ഡു. അത് കഴിഞ്ഞാൽ സ്ലോലി ഒരു 6000. ഐ എം നോട്ട് സെയിങ് ദാറ്റ് യു ഹവ് ടു ഡു എന്നെ മാതിരി ഒരു 17-18 ഒക്കെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 5-6 എങ്കിലും ചെയ്യൂ. ആൻഡ് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ സമ്മിറ്റ്, സക്സസ്ഫുൾ സമ്മിറ്റ് ഉണ്ടാവണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 6000 ചെയ്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 6000 ഒരു 2-3 അത് ടെക്നിക്കലായിരിക്കണം. ലൈക്ക് ഫസ്റ്റ് ഡു എ നോൺ ടെക്നിക്കൽ, പിന്നെ കുറച്ച് ടെക്നിക്കലായത്, പിന്നെ ഒരു 7000 മീറ്റർ പീക്ക്. ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് പീക്ക് കൊണ്ട് അങ്ങനെ സത്തോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലുണ്ട്. സോ അതൊരു ഒരെണ്ണെങ്കിലും ചെയ്യും. ആ ഒരു ഹൈറ്റിനോട് യൂസ്ഡ് ആവണം.
ഒരെണ്ണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗോ ഫോർ കണ്ടിന്യൂസ് ട്രെയിനിങ്സ്. ഒരുപാട് ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 4 hours ഓഫ് ട്രെയിനിങ് പെർ ഡേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റണ്ണിങ് ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ വേണം. കാരണം വാട്ട് സേവ്സ് യു ദർ ഇസ് സ്പീഡ്. സ്പീഡ് പറഞ്ഞാൽ തീർന്നു. മിക്കവരും മരിക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് സ്പീഡും ഇല്ലാത്തതുകൊണ്ട്. സ്പീഡില്ലെങ്കിൽ ഞാനിപ്പോൾ 6 hours എടുക്കുന്നത്, ഞാൻ 6 hours ആണ്. ഞാൻ ക്യാമ്പ് 1ലേക്ക് എത്താൻ ദാറ്റ് ഡേ ടു 8 hours. 17 hours എടുത്ത ആൾക്കാരുണ്ട്. സോ 17 hours യു ആർ ഓൺ ദാറ്റ് ആ അറ്റ്മോസ്ഫിയറിലാണ്, പുറത്താണ് ടെന്റിന്റെ. ആൻഡ് ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. സോ സ്പീഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിലെ നമുക്ക് ഇതെല്ലാം ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് 17 hours ആ ഒരു കുംഭു ഗ്ലേഷ്യറിൽ ഇരുന്നാൽ ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് വാട്ട് ഇസ്. കാരണം കുംഭു ഗ്ലേഷ്യർ ഇസ് ലൈക്ക് എ ഫ്രിഡ്ജാണ്, ഒരു ഫ്രീസറാണ്. സോ ഈ ഫ്രീസറിന്റെ നമ്മുടെ മീറ്റ് ഫാക്ടറി ഒക്കെ ഫ്രീസറൊക്കെ ഉണ്ടാവില്ല അവിടെ. സോ അതുപോലത്തെ ഒരു ഫ്രീസർ, അതിൻ്റെ അകത്ത് 17 hours ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. യു ഹാവ് ടു ഡു ഇറ്റ് വെരി ഫാസ്റ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ മൗണ്ടൻസിൽ റേസിംഗ് പാടില്ല. എല്ലാവരും എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ശക്തിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഓടും, അതും പാടില്ല. കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി, 1 step at a time എന്നുള്ളതിൽ പോകണം. അധികം റെസ്റ്റ് എടുക്കരുത്, അധികം ഓടാനും പാടില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒരു 8000 meter എവറസ്റ്റ് പോലത്തെ ഒരു പീക്ക് ചെയ്യണമെങ്കിൽ you have to have a lot of experience. Yes, a lot of experience and a lot of training too, അല്ലേ? കുറേ നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാശ് കൊടുത്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണെങ്കിൽ no, it need a lot of training, patience, mental health, mental endurance is very important. Yes. So അങ്ങനെയുള്ളവർ, കാരണം അങ്ങനെ ഇല്ലാത്തവർ കയറുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. they get lucky also. കുറേ പേര് മരിക്കുകയും ചെയ്യും. some people get lucky and they submit, some people don't submit, they come back. so my question is, എന്തിനാണ് ഇത്രയും കാശ് മുടക്കി? ഹാവ് പേഷ്യൻസ്. കുറച്ച് ട്രെയിൻ ചെയ്ത് സമാധാനമായി പോയി വരും. ഇൻസ്റ്റെഡ് ഓഫ് എവറസ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഫെയിം വരും. എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞത് എവറസ്റ്റ് വരെ. പക്ഷേ ആ ഫെയിമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫും ജീവനും ജീവിതവും. കറക്റ്റ്. യെസ്. ഇനി കുറച്ച് ബ്യൂട്ടിഫുൾ സൈഡിലേക്ക് വരാം. നമ്മളിപ്പോൾ മൊത്തം ഡാർക്കർ സൈഡ് പറഞ്ഞ് കേൾക്കുന്നവർക്കല്ല അയ്യോ അമ്മ ഇതാണോ എവറസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സോ ലെറ്റ്സ് കം ടു ദ ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് ഇറ്റ്. എന്തൊക്കെയാണ് വോട്ട് യു ഫീൽ? എന്താണ് അവിടെ ഭയങ്കര ലൈക്ക് വോട്ട് യു ഫീൽ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ? ഐ തിങ്ക് ദ പീപ്പിൾ ദർ. എൻ്റെ ഷെർപ്പ, എസ്പെഷ്യലി ഐ വിൽ ടോക്ക് അബൌട്ട് മൈ ഷെർപ്പ. എൻ്റെ ഷെർപ്പയുടെ പേര് ചക്ര റായ് എന്നാണ്. ഹി ഹാസ് ഡൺ എവറസ്റ്റ് 5 പ്രാവശ്യം ചെയ്തു ആൻഡ് ലോട്ട് ഓഫ് അതർ പീക്സ്. സോ ഞാൻ ദൈവത്തിനെ പല രൂപത്തിൽ അവിടെ കണ്ടു എന്ന് പറയാം. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ചക്രാദായ എന്ന് പറഞ്ഞ ഒരാൾ കാരണമാണ് ഞാൻ എവറസ്റ്റ് കയറി. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ടാലൻറ്റോ എൻ്റെ സ്കില്ല് കൊണ്ടോ അല്ല. ഞാൻ പറഞ്ഞ മാതിരി ഈ ഹിലാരി സ്റ്റെപ്പിലെത്തിയപ്പോൾ ആ ഒരു 10 meters ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് പോകണോ വേണ്ടേ, ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രേയർ ഒക്കെ പറയാൻ തുടങ്ങിയ ആ സമയത്ത് ചക്രദായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചക്രദായി, ഞങ്ങൾ ദായി എന്ന് വിളിക്കുക റെസ്പെക്റ്റിൽ. സോ ഞാൻ ദായിനോട് പറഞ്ഞു, ദായി ഐ തിങ്ക് വി ഷുഡ് ഗോ ബാക്ക്. ഞാൻ മരിക്കാൻ പോവാണല്ലോ ചോദിച്ചു. അപ്പോൾ ദായി എന്നോട് പറഞ്ഞു, എനിക്കെന്ത് വന്നാലും നീ മരിക്കില്ല, അതായത് മേക്ക് ഷുവർ. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. കാരണം ഒരുപാട് സംസാരിച്ച് സംഹൗ വി ബോണ്ടഡ് വെൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവൻ എന്ത് പറ്റിയാലും നിനക്കൊന്നും പറ്റില്ല, ഐ മേക്ക് ഷുവർ ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദായിനോട് പറഞ്ഞു 10 meter ആയപ്പോൾ വെതർ ഭയങ്കര മോശം. ഞാൻ വിചാരിച്ചു ഞാൻ കാരണം ഇവരും മരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദായി നമുക്ക് തിരിച്ചു പോകാം, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് റൈറ്റ്, ഡു യു തിങ്ക് വി ഷുഡ് ഗോ ബാക്ക്? അപ്പോൾ ദായി എന്നോട് പറഞ്ഞു, ദായിയാണ് എന്നോട് പറഞ്ഞത്, നിൻ്റെ 15 minutes ഓഫ് ലൈഫിൽ അത്രേ ഉള്ളൂ, ആ ഒരു 15 minutes നീ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചാലും വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ് ഇസ് ഈ ഒരു എവറസ്റ്റ് കയറി എവറസ്റ്റർ എന്നുള്ളൊരു ടാഗ് വരും, ഡോക്ടർ എന്നൊക്കെ ഉള്ള മാതിരി. സോ എവറസ്റ്റർ ആവും നീ എന്ന് പറഞ്ഞു. അപ്പോൾ ദായി പറഞ്ഞപ്പോഴാണ് ലൈക്ക് ഹി വാസ് റെഡി. നോർമലി എന്താ ചെയ്യുക, ഷെർപ്പാസ് പറ്റില്ല പോവാന്ന് പറയും ചില ഷെർപ്പാസ്. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ഓൾ ഷെർപ്പാസ് ആർ വെരി ഗുഡ്. ചിലർ ഈ ട്രബിളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേ വിൽ ടെൽ നോ നമുക്ക് തിരിച്ചു പോകാം, എന്നെ കൊണ്ട് പറ്റില്ല, ഐ കാൻ ഡൂ ദിസ് എന്ന് പറയും. പക്ഷെ ദായി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ കാശ് നീ ഇത്രയും, കാരണം ദായിക്ക് അറിയാം ഞാൻ എത്ര പീക്ക് കയറിയ ആളാണ്. സോ നിൻ്റെ കാശ്, നീ ഇത്രയും വർഷം ചെയ്ത ഹാർഡ് വർക്ക്, ഇതൊക്കെ വേസ്റ്റായി പോകും. ഈ ഒരു 15 minute ഇതൊക്കെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത്, നോർമലി അവർ 1 cylinder എക്സ്ട്രാ എടുക്കുള്ളൂ. ദായി എനിക്ക് വേണ്ടിയിട്ട് 2 cylinder എടുത്തായിരുന്നു എക്സ്ട്രാ. കാരണം ഇൻ കേസ് എന്തായാലും അതൊന്നും ആരും ചെയ്യാത്തൊരു കാര്യം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിനെ പല രൂപത്തിൽ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എത്രത്തോളം കമ്മിറ്റഡ് ആണ് ടു മേക്കിംഗ് മീ സബ്മിറ്റ്. ആൻഡ് അത് മാത്രമല്ല, ഈ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കയറുന്ന ഇടയിൽ എൻ്റെ അമ്മയ്ക്കൊരു അസുഖം വന്നു, കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര മെൻ്റലി, ഞാൻ എൻ്റെ അമ്മയായിട്ട് ഭയങ്കര അടുപ്പം, അപ്പോൾ ഭയങ്കര മെൻ്റലി ഡൗൺ ആയി ഞാൻ. അപ്പോൾ ദായി എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ അടുത്ത് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ, എനിക്ക് ടെൻറ്റിലിരിക്കുന്നത് ഇഷ്ടമല്ല. ടെൻറ്റിലിരിക്കുമ്പോൾ ഈ ക്ലസ്ട്രോഫോബിയ മാതിരി, ഐ ഡോണ്ട് ലൈക്ക് ബീങ് ഇൻ ക്ലോസ് പ്ലേസസ്. സോ എന്നെ എപ്പോഴും പുറത്ത് വിളിച്ചിട്ട് എൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും,
പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ വന്ന് സംസാരിക്കും. അതുപോലെ രാവിലെ 8 മണിയാകുമ്പോൾ എന്നെ ശ്രീ എന്ന് വിളിച്ചിട്ട് എണീപ്പിക്കും. എല്ലാവരും പറയും നിന്നെ കുട്ടിയെ മാതിരി നോക്കുന്നത്. ലിറ്ററലി ഞാനൊരു ചെറിയ കുട്ടി, എല്ലാവരും ഇത് പറഞ്ഞു തരുന്നു അവൾ എൻ്റെ കുട്ടിയാണ്. എല്ലാവരും ചോദിക്കും ഇതെന്തിനാ ഇവളെ ചെറിയ കുട്ടിയെ മാതിരി നോക്കണം, അവൾ എൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്നേഹമാണ് ലൈക്ക് നമ്മുടെ വീട്ടിലൊരാൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം. സോ എല്ലാവരും പറയുന്നു യു ആർ വെരി ലക്കി ടു ഗെറ്റ് ദിസ് ഷെർപ്പ. കാരണം ഐ ഫീൽ എല്ലാവർക്കും കിട്ടിയതിനേക്കാളും എനിക്ക് ഒറ്റ ഷെർപ്പേ ഉണ്ടായുള്ളൂ. ബട്ട് ദാറ്റ് ഷെർപ്പ വാസ് ലൈക്ക് ഈക്വൽ ടു 100 ഷെർപ്പാസ്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഐ ഹവ് എക്സ്പീരിയൻസ്ഡ് ഇൻ മൈ ലൈഫ്. നമ്മുടെ ഫാമിലി കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ അത് ചക്രധായിയാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു വലിയ ഡ്രീമാണ് എവറസ്റ്റ്. അത് ഈ പുള്ളി, കാരണം ആ വെതർ അത്രയും മോശമായിരുന്നു എല്ലാം. ഈ ഒരു മനുഷ്യനില്ലെങ്കിൽ അത് നടക്കില്ലായിരുന്നു. കാരണം വേറെ ഷെർപ്പാസ് ആണെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. സോ ഐ തിങ്ക് എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും ഐ എം നോട്ട് ഗോയിങ് ടു മീറ്റ് ദിസ് പേഴ്സൺ അഗൈൻ. ഇനിയിപ്പോൾ ഞാൻ ക്ലൈംബ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഷെർപ്പ ചിലപ്പോൾ ചക്രധായി ആവണമെന്നില്ല. പക്ഷെ ആ ഒരു മെമ്മറി 2 months ഐ വാസ് വിത്ത് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് ലൈക്ക് ദിസ്. ആൻഡ് എനിക്ക് ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പും ഇത്രയും നല്ലൊരു ഫ്രണ്ട്. ലൈക്ക് രാത്രി അതെ ഞങ്ങൾ 11 മണി വരെയൊക്കെ ടെൻറ്റിൽ നിന്ന് സംസാരിക്കും. അപ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു കോഫി ടെൻറ്റ് ഉണ്ട്, ഒരു കോമൺ ടെൻറ്റ്, അവിടെ നിന്ന് സംസാരിക്കും. അവിടെ ഈ ഹീറ്റർ വെച്ചിട്ടുണ്ടോ, അപ്പോൾ നല്ല തണുപ്പാവും രാത്രിയൊക്കെ എവറസ്റ്റ് ബീച്ചിൽ. അപ്പോൾ ആ ഹീറ്ററിൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ഈ ബീസ് ഇതിൻ്റെ മുകളിൽ ഇരിക്കില്ല, അതുമാതിരിയാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കോൺവെർസേഷൻ, പാട്ട് പാടുക, ആൻഡ് ലോട്ട് ഓഫ് കോൺവെർസേഷൻസ്, ലോട്ട് ഓഫ് ടോക്സ്. എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ശ്രീ യുവർ, അപ്പോൾ ഞാൻ നല്ല ഫാസ്റ്റ് ആയത് കാരണം ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഫാസ്റ്റ് ക്ലൈംബർ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും യുവർ എ വെരി ഫാസ്റ്റ് ക്ലൈംബർ, നിനക്ക് നല്ല സ്കില്ലുണ്ട്, യു ഷുഡ് യൂസ്. സോ ഇങ്ങനെ ഫുൾ ടൈം മോട്ടിവേഷനാണ്. എനിക്ക് വേണ്ടെങ്കിലും മോട്ടിവേഷനാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യും. നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ എങ്ങനെ നോക്കുന്നു ആ ഒരു. സോ of course Everest is beautiful, Kumbu is beautiful. So ബ്യൂട്ടിയുടെ കാര്യത്തിൽ I don't have to explain. ഹിമാലയൻ റേഞ്ചസ് അതൊക്കെ ഉണ്ട്. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. ഈ ഒരു റിലേഷൻഷിപ്പ് വിത്ത് മൈ ഷെർപ്പ, അത് ഞാൻ മരിക്കുന്നവരെ ചെറിഷ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഞാൻ എവറസ്റ്റ് കയറിയതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും ഞാൻ എടുക്കില്ല. 100% എൻ്റെ എന്ന് ഞാൻ പറയില്ല. It's because of him too. Yeah, sending lots of love and എന്താ പറയാ സ്നേഹം to ദായി അല്ലേ. ഞങ്ങൾ മലയാളികൾക്കൊക്കെ അഭിമാനമാകുന്ന ഒരു മൊമെന്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ലോട്ട്സ് ഓഫ് ലവ് സെൻഡിങ് ടു ദായി അല്ലേ. ആൻഡ് ഈ എവറസ്റ്റ് മാത്രമല്ല കേട്ടോ, മൊത്തം യാത്രകൾ ജീവിതത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ ലേൺ ടു ബി എന്താ പറയുക നോട്ട് ബോതേർഡ് അബൌട്ട് തിങ്സ് അറൗണ്ട് മീ. അതാണ് ഒന്ന്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ എവറസ്റ്റ് മാതിരി ഒരു പീക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ചെറുതാണെന്ന്. പണ്ട് ആദ്യം ഞാൻ പറയാം, ആദ്യത്തെ ഒരു ക്ലൈംബ് ഞാൻ ചെയ്തപ്പോൾ, ടെക്നിക്കൽ ക്ലൈംബ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡൊക്കെ ആയിരുന്നു. ഐ ക്ലൈംബ് ദിസ്, അങ്ങനത്തെ ഈ മൗണ്ടൻ കോൺക്വർ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ കുറേ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കോൺക്വർ ആക്ച്വലി പേപ്പറിലൊക്കെ അതാ വരുന്നത്, കോൺക്വർ ചെയ്തു. അത് തെറ്റായ ഒരു വാക്കാണ്. കോൺക്വർ എന്ന് അങ്ങനെ പറയാൻ പാടില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൺട്രോളിൽ ഒന്നുമില്ല. പിന്നെ ഈ ഇത്രയും വലിയതും ഇത്രയും ആ സമയത്തൊക്കെ എനിക്ക് ജീവനോട് ഇരുന്നാൽ മതി എന്നേ ഉള്ളൂ, വേറെ ലൈഫിലൊന്നും വേണമെന്നില്ല. ഞാൻ എവറസ്റ്റ് സമ്മിറ്റിലെത്തിയപ്പോൾ എനിക്ക് സാമ്പാറിൻ്റെ മണം വന്നു. അതൊരു ഹാലുസിനേഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയുടെ സാമ്പാറിൻ്റെ മണം, അമ്മ ഉണ്ടാക്കുന്ന പ്രോപ്പർ ബ്രാഹ്മിൻ സ്റ്റൈലിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറിൻ്റെ ഒരു മണമുണ്ട്, അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണമാണ് എനിക്ക് വന്നത്. സോ അത് എൻ്റെ സബ് കോൺഷ്യസ് ലെവലിൽ അതൊക്കെ എനിക്ക് വളരെ ഡിയർ ആയിട്ടുള്ളൊരു കാര്യം. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യില്ലേ, അൺവാണ്ടഡ് ഫൈറ്റ്സ് ഉണ്ടാവും ജീവിതത്തിൽ, അതിന് വേണം ഇതിന് വേണം, കുശുമ്പും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളില്ലേ. ഐ അണ്ടർസ്റ്റുഡ് ഇതിനൊന്നും ഒരു ബേസ് ഇല്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദ വാണ്ടിങ് ദാറ്റ് നീഡ് ടു ബി അ ലൈഫ്. നമ്മൾ മരിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അലൈവായി തോന്നുക അല്ലേ. കാരണം നമ്മുടെ ഇമോഷൻസൊക്കെ ഹൈ ആയിരിക്കും. നമുക്ക് ജീവനോട് ഇരുന്നാൽ മതി, അതാണ് നമ്മുടെ ഹയസ്റ്റ് ഇമോഷൻ. ഐ ജസ്റ്റ് വാണ്ട് ടു ബി അ ലൈഫ് ഫോർ ദ സ്മോൾ ഹാപ്പിനെസ് ഇൻ ലൈഫ്. സോ എനിക്ക് അതാ തോന്നിയത്. സോ ഐ തിങ്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ നടന്ന മാതിരി ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ചെറിയൊരു കാര്യം എനിക്ക് കിട്ടിയില്ല. സോ അതിൻ്റെ മുകളിൽ വിഷമിച്ച് അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു. ഇപ്പോൾ ഈ ഫ്രോസ് ബൈറ്റ് കൂടി എന്നെ അത്ര ബോദർ ചെയ്യുന്നു. എന്നെ കാണുന്നവർ അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഇറ്റ്സ് നോട്ട് ബോദറിങ് മീ സോ മച്ച്. കാരണം ഐ എക്സ്പീരിയൻസ്ഡ് ആ ഒരു പേടി, മരിക്കാൻ പോകുന്ന ഒരു പേടി ഞാൻ കുറെ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ സോ ജീവനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യം, ലൈക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ഇഡ്ഡലി സാമ്പാറും അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ്. കാരണം അവിടെ ഫുഡില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ മോൻ്റെയും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾക്ക് ഈ ഫ്രൈഡേ മൂവി നൈറ്റൊക്കെ ഉണ്ട്. ഫ്രൈഡേ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടുവന്ന ഒരു ഫ്രീ ടൈമാണ് ഞങ്ങൾ, വേറെ ആരും അവിടെ വരാൻ പാടില്ല, അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾ. സോ ആ ഒരു ഫ്രൈഡേ മൂവി നൈറ്റ് ഞാൻ മിസ് ചെയ്യായിരുന്നു. സോ അങ്ങനത്തെ സ്മോൾ ഹാപ്പിനെസ്, ലിറ്റിൽ ഹാപ്പിനെസ് ഇൻ ലൈഫ്, അത് എത്ര ഇമ്പോർട്ടൻറ്റ്, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അല്ലാണ്ട്
ഈ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന വേറെ പല കാര്യങ്ങളും ഐ ഫീൽ ഇറ്റ്സ് ഓൾ യൂസ്ലെസ്. അതൊന്നും നമ്മുടെ ലൈഫിൽ ഒരു വാല്യൂം തരില്ല. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലൈഫ് ഇസ് ബീങ് അലൈവ്, ബീങ് ഹെൽത്തി ആൻഡ് ബീങ് വിത്ത് യുവർ ഫാമിലി. ആൻഡ് ഫാമിലീനെ എത്ര ട്രഷർ ചെയ്യാൻ പറ്റും അത്രയും ട്രഷർ ചെയ്യണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ശ്രീഷ ആക്ച്വലി ഒരുപാട് പേർക്കൊരു ഇൻസ്പിറേഷനാണ്. ലൈക്ക് യു ബീങ് എ മോം, ഡാൻസർ, മ്യൂസിക്, വർക്കിംഗ് പ്രൊഫഷണലാണ്. ബട്ട് യു ടുക്ക് എ സ്റ്റെപ്പ് ടു ഇതെല്ലാം അവിടെ നടക്കും, ബട്ട് ഐ വോണ്ട് ടു ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് യു ടുക്ക് എ സ്റ്റെപ്പ് അഹെഡ് ടു ഡു ഓൾ ദിസ് അഡ്വെഞ്ചേഴ്സ്. അപ്പം ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരോട് എന്താണ് വാട്ട് യു ഹാവ് ടു സേ, എന്താ പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് ആ വീട്ടിലത്തെ ആൾക്കാരോടാണ്, ലൈക്ക് വേറെ ആൾക്കാരോടാണ് പറയാനുള്ളത്. ഇപ്പം എല്ലാവരും ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ കേൾക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, എൻ്റെ അമ്മ അവരുടെ ഡ്രീംസ് സാക്രിഫൈസ് ചെയ്തു. സോ എനിക്കും ഈവൻ ഐ എം ഗിൽറ്റി അറ്റ് സം പോയിന്റ് അബൌട്ട് ദിസ്. സോ വളർന്നു വന്നപ്പോഴാണ്, ഇപ്പോൾ ഈ ഒരു ഏജിലാണ് എനിക്കും തോന്നുന്നത് വൈ ദേ ഹാഡ് ടു സാക്രിഫൈസ്. അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് ബിക്കോസ് അവർക്ക് ടൈം കിട്ടുന്നില്ല അവർക്ക് വേണ്ടിയിട്ടല്ലേ. ആ ടൈം കിട്ടാത്തത് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അമ്മയുടെ മേൽ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഡെയിലി ടൈം എടുക്കുന്നത്, എൻ്റെ മോൻ സ്കൂളിൽ 7 മണിക്ക് പോകും. അപ്പോൾ ഒരു രാവിലെ 7 മണി ടു 9 മണി വരെ ഒരു ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ എൻ്റെ ഈ റണ്ണിങ്ങും കാര്യങ്ങളും. പിന്നെ വൈകുന്നേരം അവന് ട്യൂഷനൊക്കെ ഉള്ള ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ട്യൂഷൻ്റെ സമയത്ത് അവൻ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാൻ അവന് ഇതുണ്ട്. മോസ്റ്റ്ലി എന്താ വെച്ചാൽ അമ്മയെ വെള്ളം എടുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും അവന് ട്യൂഷൻ നടക്കുക, നമ്മളവിടെ വേണം. എൻ്റെ മോന് 2 കാര്യമുണ്ട്. അവന് പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ അറിയാം. അതേപോലെ രാവിലെ 7 to 9 ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ റണ്ണിങ് വരാറില്ല, ചിലപ്പോഴേ വരുള്ളൂ. സോ ചില ദിവസം ഹീ ക്യാൻ ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഈറ്റ്, റൈറ്റ്. എൻ്റെ ഹസ്ബൻഡിനും അതറിയാം. ഞാൻ അങ്ങനെ എടുത്തിട്ട് ഹസ്ബൻഡിന് കൊടുത്താലേ ഹസ്ബൻഡ് കഴിക്കൂ. ദാറ്റ് ഈസ് അങ്ങനെയൊന്നുമില്ല. പുള്ളി എടുത്ത് കഴിക്കും, എൻ്റെ അടുത്ത് പറയും യു ഗോ ആൻഡ് ഡു ഇറ്റ്. സോ അങ്ങനത്തെ ഒരു ഫ്രീഡം എനിക്കുണ്ട്. സോ എനിക്ക് 4 hours കിട്ടുന്നുണ്ട് ഡെയിലി ടു ഡു ദ തിങ്സ് ഐ വാണ്ട് ടു ഡു. ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് 4 hours, ചില ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് വർക്കിൻ്റെ കാര്യത്തിൽ ഐ കനോട്ട് എക്സ്പെക്ട് ദം ടു കോംപ്രമൈസ് ലൈക്ക് ദ വേ മൈ ഫാമിലി ഡസ്. പക്ഷേ എൻ്റെ ഫാമിലി ഹാസ് ഓൾവേസ് ഡൺ വാട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യണം. എൻ്റെ മോനാണെങ്കിലും ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അവനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ അവന് ദോശ ഉണ്ടാക്കാൻ അറിയാം. രാവിലെ എനിക്കിപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ തോന്നില്ല, ഐ എം ടയേർഡ്. സോ ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഇന്ന് നീ ദോശ ഉണ്ടാക്കി കഴിച്ചോ, ചട്നി പൗഡർ യൂസ് ചെയ്തോ. സോ ദോസ് കൈൻഡ് ഓഫ് സിമ്പിൾ തിങ്സ്. ആ ഒരു അഡമൻസി പാടില്ല, എനിക്ക് ഇതന്നെ വേണം, എൻ്റെ അമ്മ ഇതന്നെ ഉണ്ടാക്കി തരണം, എൻ്റെ അമ്മ തന്നെ ചെയ്യണം. അങ്ങനത്തെ ഒരു ചെറിയ കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ ഫാമിലി കോംപ്രമൈസ് ചെയ്ത ഒരു 1 hour മതി. ഇപ്പോൾ ഒരു ലേഡി അവർക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം, ആ 1 hour മതി ഡാൻസ് അവർക്ക് പഠിക്കാൻ. അതിനനുസരിച്ച് അവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയൊക്കെ കൊടുത്താൽ മതി. ഐ തിങ്ക് അത്രയെങ്കിലും ഫാമിലി അഡ്ജസ്റ്റ് ചെയ്യണം. അതെ, അതായത് ഫാമിലി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നടക്കും. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എല്ലാവർക്കും പറയുന്ന പോലെ എല്ലാവർക്കും 24 hours ഉള്ളൂ ഒരു ഡേയിൽ. ആൻഡ് വി നീഡ് ടു അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്. സോ അപ്പം ഇതുപോലെ ഒരുപാട് പേര് ശ്രീഷയെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലുള്ള അഡ്വെഞ്ചേഴ്സിനൊക്കെ ആവട്ടെ. ആൻഡ് മലയാളി എന്ന നിലയ്ക്ക്, ഒരു മലയാളി പെൺകുട്ടി എന്ന നിലയ്ക്ക് യു ആർ എ ട്രൂ ഇൻസ്പിറേഷൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദാറ്റ് ഐ കുഡ് ടോക്ക് ടു യു. ഇങ്ങനെ കേൾക്കാൻ പറ്റും. എനിക്കൊന്നും എന്നെപ്പോലെ ഒരു എല്ലാ മലയാളികൾക്കും യു ബിക്കം എ വെരി പ്രൗഡ് മൂമെന്റ്. അതിൻ്റെ പിന്നിൽ ഇത്രയൊക്കെ സ്ട്രഗിൾസ് ആൻഡ് സർവൈവൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഓക്കെ എവറസ്റ്റ് കീഴടക്കി അടിപൊളി, ആ ഒരു ഗ്ലോറിഫൈങ് മൂമെന്റിനപ്പുറത്തേക്ക് ഇതുപോലെ കുറേ സ്ട്രഗിൾസ്, പെയിൻ ഒക്കെ ഉണ്ട് എന്ന് അറിയാൻ പറ്റി. ആൻഡ് so proud of you and so happy to have you. എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് you want to tell like ആൾക്കാരോട് like for all the love and support ഇങ്ങനെ തരുന്ന എന്തെങ്കിലും ഒക്കെ പറയണ്ടോ? ആൻഡ് ഹാപ്പിനെസ് ലാസ്റ്റ് ആയിട്ട്. ഓപ്പർച്യൂണിറ്റീസിനോട് എപ്പോഴും യെസ് പറയൂ. ജസ്റ്റ് ഗ്രാബ് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഒരിക്കലും നോ പറയരുത്. കാരണം എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത് വരുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് യെസ് പറയണം. അതിനോട് ഒരിക്കലും ഡോണ്ട് ഹാവ് ഡൗട്ട്സ് ഇൻ യുവർ ഹെഡ്. യെസ്. അപ്പോൾ അൺസ്റ്റോപ്പബിളായിട്ട് യാത്രകളെല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ഒരുപാട് വലിയ അച്ചീവ്മെൻറ്റ്സ് ഇനിയും വരട്ടെ. ആൻഡ് വി ആർ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ടു ഹാവ് യു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ന്യൂ അഡ്വെഞ്ചേഴ്സ്. താങ്ക് യു. Bye.